കുടുംബാരോഗ്യ കേന്ദ്രങ്ങൾക്കും അർബൻ പ്രൈമറി ആൻഡ് ഹെൽത്ത് സെന്റേഴ്സിന് വേണ്ടിയിട്ടും നമ്മൾ ഒരു കൂട്ടം പരിശീലനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ലൊരു ശതമാനം പരിശീലനങ്ങളും ഇപ്പോൾ നടന്നു കഴിഞ്ഞു. ഇനിയും കുറേയേറെ പരിശീലനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് പരിശീലനങ്ങൾ മാറിയത് കൊണ്ടുള്ള ഒരു മെച്ചം, ഒരു ദിവസം മുഴുവൻ അല്ലെങ്കിൽ ഒരാഴ്ച മുഴുവൻ നടത്തുന്ന പരിശീലനങ്ങൾ ചിലപ്പോൾ നമ്മളുടെ ജോലി സമയം നഷ്ടപ്പെടാതെ ഒരു ദിവസത്തിൽ ഒരു മണിക്കൂർ വെച്ച് കുറച്ചൊന്ന് സ്ട്രെച്ച് ഔട്ട് ചെയ്ത് നമ്മളുടെ സ്ഥലത്ത് നിന്ന് മാറാതെ തന്നെയൊക്കെ നടത്താൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ഒരു ദോഷഭാവം എന്ന് പറയുന്നത്, ഇപ്പൊ തന്നെ നമ്മുടെ പാർട്ടിസിപ്പന്റ് ലിസ്റ്റ് നോക്കിയാൽ അവസാനം കാണുന്ന ഒരു 5-8 പേര് ഓഡിയോ വെച്ചല്ല ജോയിൻ ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളീ പറയുന്നൊന്നും അവർ കേൾക്കുന്നില്ല. എന്നാൽ അവർക്ക് അവരെല്ലാം ജോയിൻ ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ അത് ഉണ്ടാവാതെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള പരിശീലനങ്ങളിൽ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഇന്നത്തെ പരിശീലനത്തിന്റെ ടോപ്പിക് IDSP ആണ്. നമ്മളെല്ലാവരും IDSP പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് റിപ്പോർട്ടിങ്ങും മറ്റു പല പ്രവർത്തനങ്ങളും നടത്തി വരുന്നു. എന്നാൽ എങ്ങനെയാണ് ഈ പ്രോഗ്രാം വിഭാവനം ചെയ്തിരിക്കുന്നത്, ഇതുകൊണ്ട് എന്താണ് പൊതുജനത്തിന് ഗുണമുള്ള, എന്താണ് നമ്മൾ ഐഡിയലി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഓരോ കൂട്ടം ജീവനക്കാർക്കും ഓരോ തരം ഉത്തരവാദിത്തങ്ങൾ ഇതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് പറയാൻ പോകുന്നത് നമ്മുടെ അബാഫിൽ സാർ ഒരു മൾട്ടി ടാസ്കിംഗ് വിദ്വാനാണ്. സാറിന് നമുക്ക് അറിയാലോ, H1N1 നോഡൽ ഓഫീസറാണ്, അഡോളസെന്റ് ഹെൽത്തിന്റെ നോഡൽ ഓഫീസറാണ്, കൊറോണയുടെ നോഡൽ ഓഫീസറാണ്. ഇതൊന്നും പോലെ തന്നെ പബ്ലിക് ഹെൽത്ത് വകുപ്പ്, നമ്മുടെ പബ്ലിക് ഹെൽത്ത് ഡിവിഷന്റെ ഒരു നട്ടെല്ലായിട്ട് പ്രവർത്തിക്കുന്നതും സാറ് തന്നെയാണ്. അപ്പൊ സാറ് IDSP പ്രോഗ്രാമിനെ പറ്റി നമ്മളോട് വിശദമായി പറഞ്ഞു തരും. ഓവർ ടു യു സർ. താങ്ക് യു ഫോർ ബീയിങ് ദേർ ഫോർ us always. താങ്ക് യു ദിവ്യ. നല്ല ഇൻട്രൊഡക്ഷൻ. വളരെ സന്തോഷം തോന്നുന്നു വീണ്ടും വന്ന് ജോലികൾ ചെയ്യുമ്പോൾ. ഇതൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ സർവീസിൽ, ഹെൽത്ത് സർവീസിന്റെ ഒരു സ്പെഷ്യൽ മെച്ചം. ഒരു ഫാമിലി ഫീലിംഗ് നമ്മൾ ജോലി ചെയ്യുമ്പോഴും സ്റ്റിൽ അത് എൻജോയ് ചെയ്ത് ചെയ്യാവുന്ന ചില അംശങ്ങളും ചില ഏരിയാസ് ഒക്കെയാണ് ഇതൊക്കെ, ഈ ട്രെയിനിങ്ങിന്റെ ഭാഗമൊക്കെ. എനിവേ, ഹാപ്പി ടു സീ ഓൾ ദ മെഡിക്കൽ ഓഫീസേഴ്സ് ഹിയർ. 100 പേര് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാ മെഡിക്കൽ ഓഫീസേഴ്സിനും ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ ഓഫ് യു. ഞാൻ ആദ്യം തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ട്യൂൺ കേൾപ്പിക്കാം. And you must tell me what that tune brings to your mind. Okay, so listen carefully. സോ ഓക്കെ, എല്ലാവരും ഇതൊരു ഐക്കോണിക് ട്യൂൺ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആയിരക്കണക്കിന് മലയാളം, 100 കണക്കിന് മലയാളം സിനിമാസ് വന്നതിന്റെ കൂട്ടത്തിൽ എന്തുകൊണ്ടൊക്കെ ഒരു ലാൻഡ്മാർക്ക് വാല്യൂ അറ്റൈൻ ചെയ്ത മൂവിയും അതിന്റെ ഒരു ട്യൂണസ് ഈവൻ മോർ ലാൻഡ്മാർക്ക് ദാൻ ദ മൂവി. അപ്പൊ ഇതെന്താണ് മനസ്സിൽ കൊണ്ടുവന്നത്? യെസ്, കറക്റ്റ്. എന്ത് ആശയത്തിനാണ് അത് മനസ്സിൽ കൊണ്ടുവരുന്നത്? Sir, it's investigation. Yeah, correct. Investigation എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നടന്ന സംഭവങ്ങളെ ഫേസ് വാല്യൂയിൽ എടുക്കാതെ, സംഭവങ്ങളെ കണ്ടെത്തുകയും അതിനെ ഫേസ് വാല്യൂയിൽ എടുക്കാതെ അതിന്റെ പിറകെ ഇങ്ങനെ പോയി നമ്മൾ പ്രതീക്ഷിക്കാത്ത സത്യങ്ങൾ അൺഎർത്ത് ചെയ്യുകയും അതിന്റെ പുറത്ത് ചില ആക്ഷൻസ് എടുക്കുകയും ചെയ്യുന്ന ഒരു സാധനമാണ് അതിനകത്ത് കണ്ടത്. സോ DHS-നകത്ത് പബ്ലിക് ഹെൽത്ത് ഡിവിഷൻ, ഇൻസൈഡ് ദ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസ് പബ്ലിക് ഹെൽത്ത് ഡിവിഷൻ എന്നൊരു ഭാഗമുണ്ട്. സോ ദിസ് ആക്ച്വലി ഒരു സ്ട്രെസ് ക്യാപിറ്റലാണ്, സ്റ്റേറ്റിന്റെ ഒരു സ്ട്രെസ് ക്യാപിറ്റൽ എന്നാണ് ഞാൻ വിളിക്കുന്നത്. കാരണം 24 മണിക്കൂറും. സോ അതുകൊണ്ട് ഞാൻ ഡോക്ടർ മീനാക്ഷി എടുത്തു പറഞ്ഞത്, ഒരു ഇൻക്രെഡിബിൾ എമൗണ്ട് ഓഫ് സ്ട്രെസ് 24 മണിക്കൂറും. ആൻഡ് നോ എക്സാജറേഷൻ, ഈവൻ രാത്രി പോലും കോൾസും ബഹളോ അതും ഇതൊക്കെ ആയിട്ടുള്ള എനി ക്രൈസിസ് ദാറ്റ് ഹാപ്പൻസ്. ഇപ്പോൾ കൊറോണ പോട്ടെ, ഈവൻ അതർവൈസ് എനി ക്രൈസിസ്, ഈവൻ ആൻ ആക്സിഡന്റ് വേർ 20 people are injured, it comes to ADHS PH. അപ്പൊ ആ ലെവലിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നെത്തുകയും ഉടനെ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും വളരെ സീനിയർ ആയിട്ട് ആരെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയോ അല്ലെങ്കിൽ സെക്രട്ടറി ഒക്കെ അദ്ദേഹമൊക്കെ വിളിച്ച് പെട്ടെന്ന് നീ അറിഞ്ഞോ, വാട്ട് ഹാവ് യു ഡൺ എന്ന് ചോദിക്കുമ്പോൾ ഉടനെ ഒരു തിങ്സ് ഹാവ് ടു ബി ഡൺ. അപ്പൊ അങ്ങനത്തെ ഡിവിഷൻ ഹെഡ് ചെയ്യുന്നു. അപ്പൊ DHS ചുമതലപ്പെടുത്തിയിട്ടുള്ള വളരെ സീനിയർ ഓഫീസർ, ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഒരാൾ ഈ ADHS PH, അഡീഷണൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസ് PH, അതിപ്പോ മീനാക്ഷിയാണ് ആ കസേരയിൽ ഇരിക്കുന്നത്. പല ആൾക്കാരും അതിൽ വളരെ ഇൻഡസ്ട്രിയസ് ആയിട്ട് ഇരുന്ന് സ്റ്റേറ്റിനെ നയിച്ചു കൊണ്ടുപോയതാണ് ആരോഗ്യത്തിൽ കൂടെ.
അപ്പോൾ അതുകൊണ്ട് മീനാക്ഷിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പ്രസന്റേഷൻ യൂസ് ചെയ്യുന്ന ഡോക്ടർ മീനാക്ഷി എനിക്ക് ഷെയർ ചെയ്ത പ്രസന്റേഷൻ ആണ്. എനിക്ക് ആക്ച്വലി എൻ്റെ കുറെ പ്രസന്റേഷൻ ഉള്ളതൊന്നും തപ്പി എടുക്കാൻ പറ്റിയില്ല, കാരണം കമ്പ്യൂട്ടറിന്റെ ചില പ്രശ്നങ്ങൾ കൊണ്ട് അത് കൈ കിട്ടില്ല. എനിവേ, സോ ദ എസൻസ് ഇസ് ഡിറ്റക്ഷൻ. സോ ഇനിയിപ്പോ ഐ വിൽ സ്ട്രൈറ്റ് അവേ ഗോ ടു ദ പ്രസന്റേഷൻ. സോ IDSP എന്നുള്ള പേര് ഇപ്പൊ എല്ലാവർക്കും വളരെ ഫെമിലിയർ ആണ്. ഇന്റഗ്രേറ്റഡ് ഡിസീസ് സർവൈലൻസ് പ്രോഗ്രാം. നെയിം ഇസ് വെരി ഫെമിലിയർ ടു എവറി വൺ ഓഫ് യു. അപ്പോൾ വാട്ട് ഇസ് ബിഹൈൻഡ് ഓൾ ദിസ്? ഇപ്പൊ നമ്മൾ ടേക്കൺ ഫോർ ഗ്രാൻഡായി പറഞ്ഞു, IDSP റിപ്പോർട്ട് കിട്ടിയോ, കൊടുത്തോ, അയച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട്. ബട്ട് ദിസ് ഇസ് ജസ്റ്റ് ടു ഗിവ് യു ആൻ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് വാട്ട് ദ ഹോൾ സിസ്റ്റം ഇസ്. ഈച്ച് വൺ ഓഫ് യു ആസ് എ FHCMO or a PHCMO, you form a very important part of the system. കാരണം ഇത് ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഡെമോക്രസിയിലെ ഏറ്റവും വലിയ ആളാരാണ്? ഈ ഒരു ഡെമോക്രസിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളാരാണ്? ഏറ്റവും പ്രധാനപ്പെട്ട ആള് മന്ത്രിമാരോ അല്ലെങ്കിൽ ഗവർണർമാരോ അതൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ആൾ വോട്ടർ എന്ന് പറയുന്നതാണ്. ഇത് ഗ്രാസ് റൂട്ട് ലെവൽ പേഴ്സൺ. Now you as the PHCMO or the medical person at grassroots level, you are the most important VIP in the whole network. ഏറ്റവും VIP സ്ഥാനത്തിരിക്കുന്ന ആളുകളാണ്. And the role and responsibility you have also is great. You might say that ഇത് whole state സ്ഥാനത്തിൽ ഞാൻ എവിടെ അല്ല. ഓരോ ഞാനുമാണ് പല തുള്ളി പെരുവെള്ളം പോലെ ഒരു റോബസ്റ്റ് ആയിട്ടുള്ള സിസ്റ്റം ബിൽഡപ്പ് ചെയ്യും, കീപ്പിംഗ് ഇറ്റ് റണ്ണിങ്, കീപ്പിംഗ് ഇറ്റ് അലൈവ്, കീപ്പിംഗ് ഇറ്റ് ആക്യുറേറ്റ്. അതിൽ നിങ്ങൾക്ക് ഒരു എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റാത്ത വലിയ റോള് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്, യു ആൻഡ് യുവർ ടീം. സോ ദാറ്റ് ഇസ് വൈ ദിസ് പ്രസന്റേഷൻ ആൻഡ് വാട്ട് ഇസ് ബിഹൈൻഡ് IDSP is useful to each one of you. അപ്പോ സർവൈലൻസ് എന്നുള്ള വാക്ക് അത് മലയാളത്തിലുണ്ട്. മലയാളത്തിൽ IDSPക്ക് ഒരു പേരുണ്ട് കേട്ടോ. എന്താണ്, ഇന്റഗ്രേറ്റഡ് ഒരു വാക്കും ഉണ്ടായിരുന്നു, രോഗപര്യവേഷണ ശൃംഖല. അതാണ് ഇന്റഗ്രേറ്റഡ് ഒരു വാക്കുണ്ട്. വാക്കാട് പെട്ടെന്ന് എനിക്ക് സ്കിപ്പ് ചെയ്ത് പോകുന്നില്ല വാക്ക്. എനിവേ, പര്യവേഷണം, സർവൈലൻസ് ഇസ് പര്യവേഷണം, വേർ ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഒബ്സർവേഷൻ. ടൈം കട്ട് ഷോർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ചോദ്യങ്ങൾ ചോദിച്ച് കാത്തിരിക്കുന്നില്ല, ബട്ട് യു ആർ ഫെമിലിയർ വിത്ത് ദീസ് വേർഡ്സ്. അതുകൊണ്ട് ചിലതൊക്കെ സ്കിപ്പ് ചെയ്ത് പോകുന്നത്. സർവൈലൻസ് ഉള്ള വാക്കിന്റെ മീനിങ് ആക്ച്വലി എന്താണ്? നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്യല്ല, പക്ഷെ ഒരു ആക്റ്റീവ് കൈൻഡ് ഓഫ് ഒബ്സർവേഷൻ വിത്ത് സംതിങ് കോൾഡ് ആപ്ലിക്കേഷൻ ഓഫ് ദ മൈൻഡ്. മൈൻഡ് അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ഒരു ആക്റ്റീവ് ഒബ്സർവേഷൻ ആണ്. അതും ഒരു ലക്ഷ്യം വെച്ചാണ്. എന്താണ്? ഈ ഒബ്സർവേഷൻസിന്റെ ബേസിസിൽ നമുക്ക് എന്തെങ്കിലും ആക്ഷൻസ് ഉടനെ എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ അതിന്റെ ലക്ഷ്യം. സോ അതിനാണ് ഈ സർവൈലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ സർവൈലൻസ് തീർച്ചയായിട്ടും അത് കാഷ്വലായിട്ട് ചെയ്താൽ പോലെ വളരെ സിസ്റ്റമാറ്റിക് ആയിരിക്കണം, അല്ലെ? അല്ലെങ്കിൽ അതിന് ഇന്നിവിടെയും നാളെ അവിടെയും ചിലപ്പോൾ മാത്രം തോന്നുമ്പോൾ അങ്ങനെയല്ല. സിസ്റ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ റെഗുലർ ആയിട്ടും കറക്റ്റ് ആയിട്ടും ഒരു നല്ലൊരു ഒരു ചട്ടക്കൂടിനകത്ത്, ഒരു ഫ്രെയിംവർക്കിനകത്ത് ചെയ്യുന്നതാണ് സിസ്റ്റമാറ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യണം. എന്ത് ഇൻഫർമേഷനാണ്? ആരോഗ്യ ഇൻഫർമേഷനാണ്. നമ്മുടെ ഹെൽത്ത് സിസ്റ്റത്തിന് ആവശ്യമുള്ള, നിങ്ങൾക്ക് അവിടെ വെച്ച് ആക്ഷൻസ് എടുക്കാൻ ആവശ്യമുള്ള ഇൻഫർമേഷനാണ്. ആ ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി കളക്ട് ചെയ്യുക. പിന്നെ കളക്ട് ചെയ്തതിനെ കൂട്ടി വെച്ചിട്ട് ഒരു കാര്യമില്ല, അല്ലെ? നമ്മൾ കുറെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്ന കാര്യം. അപ്പൊ അതിനെല്ലാം നമ്മൾ ഒരു യൂസബിൾ ഷേപ്പ് ആക്കണം. ആ ഷേപ്പ് ആക്കുന്നതാണ് കൊളേഷൻ എന്ന് പറയുന്നത്. കുറെ ഇൻഫർമേഷൻ വരുന്നു, അതിനെ പല ഹെഡ്സിലൊക്കെ കൊളേഷൻ നമ്മൾ സെപ്പറേറ്റ് കെട്ടുകളൊക്കെ ആക്കുന്നു. എന്നിട്ട് പിന്നെ അതിനെ അനലൈസ് ചെയ്യും. ഇതിലെന്താണ് കാര്യം? ഇതിൽ കഴമ്പുണ്ടോ ഇല്ലേ? ഇതിലെന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? മുതലായ രീതിയിൽ കിട്ടിയ ഹെൽത്ത് ഇൻഫർമേഷൻ അനലൈസ് ചെയ്യും. ഹെൽത്ത് ഇൻഫർമേഷൻ ബേസിക്കലി രോഗങ്ങളെ പറ്റി നമുക്ക് ചിന്തിക്കാം. എന്തെങ്കിലും രോഗങ്ങളും ഔട്ട് ബ്രേക്സും ഒക്കെയാണ് നമ്മൾ ഈ ഹെൽത്ത് ഇൻഫർമേഷൻ. അത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആകാം, ലൈക്ക് ഡെങ്കി, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി, അല്ലെങ്കിൽ ഏത് കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആകാം, ലൈക്ക് എന്താണ് ഹൈപ്പർ ടെൻഷൻ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ അനീമിയ പോലത്തെ ഒരു അവസ്ഥയെ പറ്റി ആകാം, എനിത്തിങ്. അപ്പോൾ അതൊന്നും റുട്ടീനിൽ ഇപ്പോൾ IDSP വരുന്നതിന് ഞാൻ എക്സാമ്പിൾ പറയാം. അപ്പോൾ ഹെൽത്ത് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ഒരു രോഗാവസ്ഥ, അതിനെപ്പറ്റിയുള്ള ഡേറ്റ കളക്ട് ചെയ്യുന്നു, കൊളേറ്റ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു, അത് ഇന്റർപ്രിറ്റ് ചെയ്യണം. അനലൈസ് ചെയ്തപ്പോൾ എന്താണ് നമ്മൾക്ക് അതിനകത്തുള്ള കഴമ്പ്, ദാറ്റ് ഇസ് ഇന്റർപ്രിറ്റേഷൻ. എന്നിട്ട് അതിനെ വേണ്ടവർക്ക് വിടുക. സോ വേണ്ടവർ എന്ന് വെച്ചാൽ അത് നമ്മൾ FHC റൺ ചെയ്യുമ്പോൾ ആ ഒരു ഏരിയന്റെ ഹെൽത്ത് ഫോക്കസ് ആണ് FHC. ആ ഏരിയയിൽ മുഴുവൻ ജനങ്ങളുണ്ട്, ദാറ്റ്സ് എ പബ്ലിക്. അപ്പൊ അവിടെ എന്താണ് ആ പബ്ലിക് ചെയ്യേണ്ടത്? അവിടെ രോഗം, ആ അവസ്ഥ വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവർക്ക് അത് ഉൾക്കൊണ്ട് അവിടെ എന്ത് ചെയ്താൽ അത് നിൽക്കും എന്ന് അവർക്ക് തോന്നണം. അതുപോലെ റിപ്പോർട്ടുകൾ മുകളിലോട്ട് കൊടുക്കുക. അങ്ങനെ പല റിപ്പോർട്ടും നിങ്ങൾ ഒരു FHCMO, ജസ്റ്റ് ഇമാജിൻ സോ മെനി പീപ്പിൾ ലൈക്ക് ദിസ്. നിങ്ങളുടെ റിപ്പോർട്ട്സ് പ്രിസൈസ് ആയിട്ട് നമുക്ക് DHSലൊക്കെ വരുമ്പോൾ, പബ്ലിക് ഹെൽത്ത് ഡിവിഷനിൽ വരുമ്പോഴേക്കും നമ്മുടെ അഡീഷണൽ ഡയറക്ടർ ഓഫ് ഹെൽത്ത് സർവീസിനും അവിടുത്തെ ഡെപ്യൂട്ടി ഡയറക്ടേഴ്സ് ഉണ്ട്. അവരെല്ലാം ഡോക്ടർ ഷീല, ഡോക്ടർ സിന്ധു, ഇങ്ങനെ കുറെ പേര് അവിടെ ഉണ്ട്. അപ്പൊ അവരെല്ലാം കൂടെ അതിനെല്ലാം കൂടെ അനലൈസ് ചെയ്ത് ആൻഡ് ഫൈനലി പ്ലാനിങ്ങിലോട്ട് പോകും. അപ്പോൾ മിനിസ്റ്റർ ഇപ്പോൾ അല്ലെങ്കിൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ DHSO വിളിച്ചു ചോദിക്കുമ്പോൾ ഓരോ തവണ നിങ്ങൾ എല്ലാവരെയും വിളിക്കൂല.
അപ്പോൾ ഈ ഇൻഫർമേഷനൊക്കെ ഇവർ കളക്ട് ചെയ്ത ഇൻഫർമേഷനെ പറ്റി അവരും അതിനെ ഇതേപോലെ കൊളക്ട് ചെയ്യുക, അനലൈസ് ചെയ്ത് ചെയ്യും. അതിന്റെ ബേസിലായിരിക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർ ചിലപ്പോൾ ചോദിക്കുന്നത് എന്താണ് നാളെ ചെയ്യേണ്ടത്, ഇപ്പൊ എന്താണ് ഇന്നത്തെ അവസ്ഥ കേരള സ്റ്റേറ്റിൽ. സോ അപ്പോൾ അതിന് പ്ലാനിങ് ഉണ്ട്. അപ്പൊ നാളെ ഇങ്ങനെ പോയാൽ പോരാ. നൗ യു കൻ സീ ദിസ് പ്ലാനിങ് ഇൻ ആക്ഷൻ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ടെസ്റ്റിംഗ് ശരിക്കും ഇതുവരെ നമ്മൾ ഇത്ര ചെയ്തു, ഇനി ഇത് പോരാ, ഇന്ന് ഇപ്പൊ 55,000 ടെസ്റ്റ് ഇന്ന് ചെയ്തെങ്കിൽ ഇതിൽ 75,000 കൂട്ടണം. സോ നമുക്ക് അടുത്ത 5 ദിവസത്തിൽ 70,000 ടെസ്റ്റ് പെർ ഡേ കോവിഡിന് വേണം എന്നൊക്കെയുള്ള പ്ലാനിങ്. പിന്നെ ഇംപ്ലിമെന്റേഷൻ, അത് ഏത് റൂട്ടിൽ ഏതൊക്കെ വണ്ടി പോകുന്നു അങ്ങനെയുള്ള പ്ലാനിങ്, ഇതെല്ലാം ഈ ഇൻഫർമേഷൻ ഇസ് യൂസ്ഫുൾ. പിന്നെ ഈ ഡിറ്റക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് എപ്പിഡമിക്സ് ആൻഡ് ഔട്ട്ബ്രേക്സ് വെരി വെരി യൂസ്ഫുൾ ആയിട്ടുള്ള അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മുടെ ആരോഗ്യം എപ്പോഴും നമ്മൾ പ്രശ്നങ്ങളെ മുളയിൽ നുള്ളുന്നവരിക്കും. പ്രശ്നങ്ങളെ മുളയിൽ നുള്ളിക്കഴിഞ്ഞാൽ then what happens, we can get it under control faster. അതുകൊണ്ടാണ് ഈ ഏർലി ഡിറ്റക്ഷൻ എന്നുള്ള വാക്ക് എല്ലാ കാര്യം നമ്മൾ ആരോഗ്യത്തിന്റെ പല ഫീൽഡിൽ ഈ വാക്ക് യൂസ് ചെയ്യേണ്ട, ഏർലി ഡിറ്റക്ഷൻ. ജസ്റ്റ് ലൈക്ക് ഫോർ എക്സാമ്പിൾ, ന്യൂ ബോൺസിനകത്ത് പല രോഗങ്ങളും നേരത്തെ കണ്ടുപിടിക്കണം. ഹൈപ്പോതൈറോയിഡിസം നേരത്തെ കണ്ടുപിടിച്ചാൽ കൊള്ളാം, ഇല്ലെങ്കിൽ ബ്രെയിൻ ഡാമേജ് വരും. അതുപോലെയാണ് ഒരു ഔട്ട് ബ്രേക്ക് നേരത്തെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് വളർന്ന് വലിയൊരു കർവായിട്ട് ഇങ്ങനെ കൂടിപ്പോകുന്ന മുമ്പേ നമുക്ക് അതിനെ പിടിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് കേസസ് ചെറിയ എമൗണ്ടിൽ നിർത്താൻ പറ്റും. അതുപോലെ ചില എപ്പിഡമിക്സ് ഇങ്ങനെ നീണ്ട് ഇവിടം തുടങ്ങി അവിടം വരെ പോകുന്നതിനെ നമുക്ക് നേരത്തെ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആക്ഷൻസ് ഒക്കെ എടുത്തിട്ട് അതിനെ വേഗം ഒരു തീർപ്പിൽ കൊണ്ടെത്തിക്കാൻ പറ്റും. സോ ഇതൊക്കെയാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ എനിക്കൊന്ന് വായിക്കാൻ ഇഷ്ടമുള്ളവർ കാണുമായിരിക്കും, ബുക്കൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവർ കണ്ടോ, നിങ്ങൾക്ക് അതിന് ടൈം ഉണ്ടോ? ഐ എം നോട്ട് ടോക്കിംഗ് കോവിഡ് ടൈം കേട്ടോ, അതിനെ അടിക്കാൻ പറ്റരുത്. പക്ഷെ അല്ലെങ്കിൽ there is one book by A.J. Crodin. അത് സിറ്റാഡൽ എന്നൊരു ബുക്ക് ഉണ്ട്. സിറ്റാഡൽ, CITADEL. Those of you who like reading, it is good for relaxing also. അത് ഒരു ഭയങ്കര നല്ല നോവലാണ്. A.J. Crodin was a doctor who lived in ancient അല്ല, ഓൾഡ് ബ്രിട്ടൻ. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു എന്താണ് കോൾ മൈൻസിന്റെ ഇടയ്ക്ക് സാധാരണ പബ്ലിക്കിന്റെ ഇഷ്യൂസ്, ഹെൽത്ത് ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ ഒരു ഡോക്ടർക്ക് എന്തുമാത്രം സാധിച്ചു എന്നുള്ളതിന്റെ വളരെ മോട്ടിവേറ്റിംഗ് ആൻഡ് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. Because many of you might think that you are sitting in a remote place, you don't have facility, there is no one to help you, etc. But you, with your knowledge and whatever you studied in community medicine, you can make a big change. You can be a catalyst in the area. അപ്പൊ അത് നിങ്ങൾക്ക് ഓരോരുത്തരും കഴിയുള്ള 100 പേരും 200 പേർക്കും പറ്റും. ഇനി വേറെ 500 പേരെ അറ്റൻഡ് ചെയ്യുന്ന 500 മെഡിക്കൽ ഓഫീസറിന് അത് പറ്റും. ഓൺലി തിങ് യു നീഡ് ടു നോ ദാറ്റ് യു ക്യാൻ ഡു ഇറ്റ്. അപ്പൊ ആ അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. ആൻഡ് യു ക്യാൻ ബിൽഡ് എ ടീം ആൻഡ് ടുഗദർ യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് വണ്ടർഫുൾ തിങ്സ്. അപ്പൊ ഈ ബുക്ക് മറക്കരുത്, സിറ്റാഡൽ എന്നുള്ള ബുക്ക് മറക്കരുത്. അത് എവിടെയെങ്കിലൊക്കെ കുറിച്ച് വയ്ക്കുക, പിന്നെ നിങ്ങൾ തപ്പിയെടുത്ത് വായിക്കുക. വെരി വെരി ഇൻട്രസ്റ്റിംഗ്, വെരി നൈസ് ബുക്ക്. ഇനി അടുത്തത്, ഈ IDSP സിസ്റ്റത്തിനകത്ത് ഫങ്ഷൻസ് അല്ല, അതിന്റെ ചുമതലകൾ മെയിനായിട്ട് 6 കീ എലിമെന്റ്സ് ആണ് ഉള്ളത്. 6 കീ എലിമെന്റ്സ് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഏറ്റവും പ്രധാനം ഡിറ്റക്ഷൻ ആൻഡ് നോട്ടിഫിക്കേഷൻ ഓഫ് ഹെൽത്ത് ഇവന്റ്സ്. അപ്പൊ ഏത് പുതിയ ആരോഗ്യ സംഭവത്തിനെ നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യുക, നോട്ടിഫൈ ചെയ്യുക. നോട്ടിഫൈ ചെയ്യുന്ന അങ്ങോട്ടാണ്, ഇറ്റ് ഷുഡ് റീച്ച് ദ പേഴ്സൺ ഇൻ ചാർജ് ഇൻ ദ ഡിസ്ട്രിക്ട്. അപ്പൊ ഡിസ്ട്രിക്റ്റിൽ ചാർജ് ഉള്ള വ്യക്തി എന്ന് പറയുന്നത് DMO ആണ്. ആൻഡ് DMOനെ ഇതിലെല്ലാം സഹായിക്കുന്ന വലം കൈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള വാക്കാണ്. ആദ്യം ഒരു കാലത്തൊന്നും പലർക്കും അറിഞ്ഞുകൂടായിരുന്നു. ദാറ്റ്സ് എ DSO, ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസർ. അപ്പൊ ഡിസ്ട്രിക്ട് സർവൈലൻസ് ഓഫീസർ കൂടെ കാര്യങ്ങൾ ഡിസ്ട്രിക്ട് മെഡിക്കൽ ഓഫീസറെ കയ്യിലെത്തുക എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഒരു സ്വന്തം സുഹൃത്തെന്ന് കരുതാവുന്ന ആള് ഒരു സംശയമില്ല, നിങ്ങളുടെ DSO ആണ്. സോ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ DSOന്റെ പേരും ഫോൺ നമ്പറൊക്കെ എത്രയും നേരത്തെ കണ്ടുപിടിച്ച് വെക്കുകയും നിങ്ങളുടെ അവിടെയൊക്കെ എഴുതിയിടുകയും. സോ ദാറ്റ് ഫോർ എനിബഡി എനി ഇവന്റ് യു ക്യാൻ ഓൾവേസ് കോൾ ദ DSO അറ്റ് എനി ടൈം ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ തീർച്ചയായും DSO ആണ് ആദ്യം നിങ്ങൾ ഗൈഡ് ചെയ്യാൻ പ്രാപ്തനായിട്ടുള്ള ആള്. മാത്രമല്ല നമ്മുടെ നാഷണൽ ആയിട്ടുള്ള ഏത് ട്രെയിനിങ്സും മറ്റു പുതിയ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമ്മൾ ആദ്യം കൊടുക്കുന്നത് ഓൾ DMOs ആൻഡ് ഓൾ DSOs. ഇപ്പൊ അവരുടെ കയ്യിൽ അപ്ഡേറ്റഡ് ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ കാണും. ഇപ്പൊ ഒരു പുതിയ ഓർഡർ DHSO സെക്രട്ടറിയോ ഇറക്കുകയാണെങ്കിൽ that will reach the DSO within few minutes and it will be with them, so you can then ask them for any information. രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ. അപ്പൊ ഒരു ഹെൽത്ത് ഇവന്റ് കേട്ടു, ഈ കേൾക്കുന്ന ഹെൽത്ത് ഇവന്റ് ശരിയാകണമെന്നില്ല, ഒരു റിപ്പോർട്ട്, ഒരു കഥ കേൾക്കുകയാണ്. ഇവിടെ ഇന്ന സ്ഥലത്ത് ഈ പരിസരത്ത് ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ എന്തുകൊണ്ടോ അവിടെ എന്തോ പ്രശ്നമുണ്ട്, അവിടുത്തെ നാട്ടിൽ ആ വെള്ളത്തിനൊക്കെ പ്രശ്നമാണ്. ആ വെള്ളം കുടിച്ചവരുടെ എല്ലാം മുഖം നീല നിറമാവുകയും അവരുടെ കണ്ണ് പച്ച നിറമാവുകയും ചെയ്യുന്നുണ്ട്. ഇത് പുതിയ രോഗമാണ് എന്ന് പറഞ്ഞ് കാര്യം വന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കോമഡിത്തരമായിരിക്കാം, ചിലപ്പോൾ തമാശ ആയിരിക്കാം, ചിലപ്പോൾ സീരിയസ് ആയിരിക്കാം. അപ്പൊ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ആരെങ്കിലും പോയി നോക്കേണ്ടി വരും. അപ്പോൾ വി വിൽ കം ടു ഹൂ വിൽ ഗോ ആൻഡ് ഹൗ ടു ഗോ ആൻഡ് അത് നോക്കിയിട്ട് അത് ശരിയാണോ അല്ലേ എന്ന് കണ്ടുപിടിക്കും. അപ്പൊ ശരിയാണോ അല്ലേ എന്ന് കണ്ടുപിടിക്കുന്നതും അതിന്റെ വ്യാപ്തി നോക്കുന്നതൊക്കെയാണ് അതിന്റെ എപ്പിഡെമിയോളജിക്കൽ ആസ്പെക്ട്സ്. അത് പോയിട്ട് എന്തൊക്കെയാണ് ആക്ച്വലി പേഷ്യന്റിനെ കണ്ട് ഇത് ശരിയാണ്, ഇയാൾ ആക്ച്വലി മുഖം പച്ച നിറവും കണ്ണ് നീല നിറത്തിലിരിക്കുകയാണോ എന്നറിയുന്ന ക്ലിനിക്കൽ എക്സാമിനേഷനും
പിന്നെ അയാളുടെ ബ്ലഡും മൂത്രവും അതും ഇതൊക്കെ എടുത്ത് ശരിയാണോ എന്നറിയാൻ കാരണം എന്താണെന്ന് നോക്കാൻ നമ്മൾ യൂഷ്വലി വി ഡിപ്പെൻഡ് ഓൺ ദ ലബോറട്ടറി സർവീസസ്. സോ അങ്ങനെ ലബോറട്ടറി വിട്ടപ്പോഴേക്കും അതിലും ഇയാൾക്ക് പച്ചക്കൺ നീലമുഖം രോഗം വന്നിരിക്കുന്നു എന്ന് ലബോറട്ടറി പറഞ്ഞു കഴിഞ്ഞാൽ then you are confirm. സോ അതാണ് സെക്കൻഡ് ജോലി. അപ്പൊ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഈ ഡേറ്റ അപ്പൊ ഒരാൾക്ക് വന്നു, അപ്പൊ ഉടനെ നമ്മുടെ ചില അന്വേഷണങ്ങളുണ്ട്. എപ്പോ വന്നു, എവിടുന്ന് വന്നു, എങ്ങനെ വന്നു, ആർക്കൊക്കെ വന്നു, എത്ര പേർക്ക് വന്നു, ഇനി അത് എന്താണ് കാരണം, ഇനി എന്ത് ചെയ്താൽ നിൽക്കും, ഇങ്ങനെ കുറെ ഏരിയാസിൽ നമ്മൾ ഉടനെ ചിന്തിക്കാൻ തുടങ്ങും. സോ ദർ ആർ 2 വേർഡ്സ് അതിനകത്ത്. ഓക്കെ, കളക്ഷൻ ആൻഡ് കൊളേഷൻ ഓഫ് ഡേറ്റ. പിന്നെ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ. അപ്പൊ ഈ കിട്ടിയ ഡേറ്റനെ നമ്മൾ ഇന്റർപ്രിറ്റ് ചെയ്യുക. അപ്പൊ അതിനെ നല്ലോണം നോക്കി കണ്ടുപിടിച്ച് ഇതിനകത്ത് നമ്മുടെ അനാലിറ്റിക്കൽ ടൂൾസ് യൂസ് ചെയ്ത് റേറ്റ് കണ്ടുപിടിക്കുക. അനാലിസിനകത്ത് ഏറ്റവും വലിയ ചില കാര്യങ്ങൾ അതിന്റെ ഒരു എപ്പിഡെമിയോളജിക്കൽ അനാലിസിസ്, ഏതൊക്കെ ഏരിയ മുതലായത് ഇനി എങ്ങോട്ട് പോകും മുതലായ കാര്യങ്ങൾ, പിന്നെ അതിന്റെ ടൈം ലൈൻ എങ്ങനെയായിരിക്കും, എങ്ങനെയാണ് പകരാൻ ചാൻസ്, കോസ് എന്താണ് മുതലായ കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്യുന്നു, ഇന്റർപ്രിറ്റ് ചെയ്യുന്നു. എന്നിട്ട് പിന്നെ നമ്മൾ ഏരിയയിലോട്ട് ഫീഡ്ബാക്ക്. ചിലപ്പോൾ ആ ഏരിയ എന്നൊരു ലോക്കലായിട്ടൊരു വ്യക്തി ആയിരിക്കും വിളിച്ചത്, അപ്പോൾ അവർക്ക് ഫീഡ്ബാക്ക് കൊടുക്കുന്നതാണ്. നിങ്ങൾ പറഞ്ഞ കാര്യം വളരെ നന്നായി, നമ്മൾ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. അപ്പൊ നിങ്ങളെല്ലാം ഈ നാളെ തൊട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കണം, ആഹാരം ചൂടാക്കി തന്നണം, ടോയ്ലറ്റ്സ് വൃത്തിയായി വെക്കണം, പുറത്തിറങ്ങി വെള്ളം കിട്ടാതെ നോക്കണം മുതലായ 5-6 സിമ്പിൾസ് ആണ് ഇൻഫർമേഷൻ നമ്മൾ ഡിസമിനേറ്റ് ചെയ്യാൻ താഴോട്ടേക്ക്. അതുപോലെ തന്നെ രോഗം വന്നവർക്ക് വേണ്ടി റെസ്പോൺസ്. അപ്പൊ ഇന്ന ആൾക്കാരെ ഹോസ്പിറ്റലിൽ കിടത്തുന്നു, മറ്റേ അവർക്കുള്ള മരുന്നുകൾ അവിടെ എത്തിക്കുന്നു. പിന്നെ ബാക്കി കുറെ പേർക്ക് വരാതിരിക്കാൻ വേണ്ടി പച്ചമുഖം വരാതിരിക്കാനുള്ള വാക്സിൻ അവിടെ എത്തിക്കുന്നു. അപ്പൊ അതിന് പ്രിവെൻഷൻ ചെയ്യുന്നു. അതുപോലെ എന്തൊക്കെ ചെയ്താൽ വരൂല എന്നുള്ള അവിടെ IEC ഡിവിഷൻ പോയിട്ട്, മാസ് മീഡിയ ഡിവിഷൻ പോയിട്ട് അവിടെ അത് ഇൻഫർമേഷൻ കൊടുത്ത് അത് ഒരു പബ്ലിക് ഇൻഫർമേഷൻ കൊടുക്കുന്നു മുതലായ കാര്യങ്ങൾ. പിന്നെ ഇത് ആ പഞ്ചായത്ത് ഉടനെ കഴിഞ്ഞാൽ പഞ്ചായത്ത് പ്രസിഡന്റും അങ്ങനത്തെ ലോക്കൽ നേതാക്കളൊക്കെ വരുന്നു. അപ്പൊ അവരെല്ലാം മീറ്റിങ്ങിലൊക്കെ വിളിച്ച് അവരെയൊക്കെ ബ്രീഫ് ചെയ്ത്, ശരി നമ്മുടെ പഞ്ചായത്തിൽ ഇനി മേലാൽ ഇങ്ങനെ ഒരു സംഭവം അടുത്ത 10 കൊല്ലത്തേക്ക് വരാതിരിക്കാൻ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ ദാറ്റ് ഇസ് ലോങ് ടേം സ്ട്രാറ്റജീസ്. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്ത് 6 അല്ല, ഇതിനകത്ത് 7 എലിമെന്റ്സ് ഉണ്ട്. പക്ഷേ ഇതൊക്കെയാണ് കോർ ഫംഗ്ഷൻ IDSP, വിച്ച് ഇസ് എപ്പിഡെമിയോളജി എന്നൊക്കെ പറയുന്ന വലിയ സബ്ജക്ട്. അതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ട് TPP കേട്ടിട്ടുണ്ടോ? എനിബഡി ഹാസ് ഹേർഡ് ഓഫ് TPP? TPP സ്റ്റാൻഡ്സ് ഫോർ ടൈം, പ്ലേസ്, പേഴ്സൺ. എന്ത് സംഭവം ആയിക്കോട്ടെ, ഉടനെ നിങ്ങൾ ഉടനെ ഡയറി എടുത്ത് കുറിക്കേണ്ട, നിങ്ങളുടെ കയ്യിൽ ഒരു കഷ്ണം പേപ്പർ, സ്ക്രാപ്പ് ഓഫ് പേപ്പർ ഉണ്ട്, ഉടനെ എപ്പോ ടൈം, എന്ന് മുതലായ കാര്യം. ടൈം, പ്ലേസ് കൃത്യമായിട്ട് എവിടെ, അപ്പൊ ലൊക്കേഷൻ, അതിന്റെ അഡ്രസ്സ്, അവിടെ ഫോൺ നമ്പർ ഉണ്ടോ, എന്താണ് ലാൻഡ് മാർക്ക് എവിടെ എന്നുള്ളത്. ആൻഡ് പേഴ്സൺ, ആർക്കാണ് വന്നത്, മെയിൽ ആണോ ഫീമെയിൽ ആണോ, എത്ര വയസ്സുള്ള ആള്, കോമോബിലിറ്റഡ് ആണോ, എന്ത് തരം പേഴ്സൺ ആണ്. സോ TPP അനാലിസിസ് പറയും ടൈം, പ്ലേസ്, പേഴ്സൺ. ഇനി എന്ത് രോഗം ആയിക്കോട്ടെ, എന്ത് NCD ആയിക്കോട്ടെ, ബട്ട് യു ഹിയർ എ ന്യൂ തിങ്, ഇമ്മീഡിയറ്റ്ലി മനസ്സിൽ തോന്നേണ്ടത് ഈ കുറച്ച് പോയിന്റ് കുറിച്ച് വെക്കണം. കാരണം ചിലപ്പോൾ നിങ്ങൾ കാറിൽ ഇരിക്കുകയായിരിക്കും, കാറിൽ നിങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോഴായിരിക്കും ആരെയും വിളിച്ച് പറയുന്നത്. ഉടനെ നിങ്ങൾ ഈ രീതി ചിന്തിക്കുകയാണെങ്കിൽ ഗതികേടിന് 2 മിനിറ്റ് കഴിയുമ്പോൾ DMO നിങ്ങൾ വിളിക്കുന്നു. കേട്ടോ, നിങ്ങളുടെ ഡോക്ടറെ അവിടെ കേട്ടോ, അവിടെ കാര്യം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് കുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പറയുന്ന റിപ്ലൈ കേട്ടോ DMO ആരും ഞെട്ടിപ്പോകും. വെരി സിസ്റ്റമാറ്റിക്. കേട്ട ഉടനെ നിങ്ങൾ ടൈം ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് ഇത്ര പീപ്പിൾ, ടൈം, പ്ലേസ്, പേഴ്സൺ. സോ ഇത് ഫസ്റ്റ് ഷോർട്ട് ഫോം, വെരി യൂസ്ഫുൾ. ഇറ്റ് മേക്സ് യു പ്രസന്റ്. നിങ്ങൾ ഏത് ഒരു ഗ്രാമസഭയുടെ മുമ്പിലോ പഞ്ചായത്തിലൊക്കെ പോയി പ്രസന്റ് ചെയ്യുമ്പോൾ ദിസ് മേക്സ് യു സൗണ്ട് വെരി കോമ്പറ്റന്റ്, അതോറിറ്റേറ്റീവ് ആൻഡ് സിസ്റ്റമാറ്റിക്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ TPP ഓർക്കണം. രണ്ടാമത്തെ ഷോർട്ട് ഫോം ഉണ്ട് CDC. CDC ഈസ് നോട്ട് മറ്റേ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മുടെ CDC എന്താണ്, IDSP മേഖലയിൽ കൗണ്ട്, ഡിവൈഡ് ആൻഡ് കമ്പയർ എന്നുള്ളതാണ്. അപ്പൊ ഇനി ഏത് കേട്ടാലും നമ്മൾ ഉടനെ മരന്നടിച്ച് വീണ് പോയത്, അയ്യോ 10 പേർക്ക് വന്നോ, എന്റെ കാര്യം പോക്ക് തന്നെ. ഇപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ആൾക്കാർ നമ്മുടെ നോൺ മെഡിക്കൽ ഫ്രണ്ട്സും റിലേറ്റീവ്സും നമ്മൾ ഓരോ ഡോക്ടറോട് ചോദിക്കുന്നത്, ഡോക്ടറെ കൈവിട്ട് പോയോ കാര്യങ്ങൾ? ആ ചോദ്യം നമ്മൾ എന്നും കേട്ടോണ്ടിരിക്കുന്ന ചോദ്യമാണ്. അങ്ങനെ നമ്മൾ ഉടനെ കൈവിട്ട് പോയ ഫീലിംഗ് നമ്മൾക്ക് വരരുത്. സോ ഓൾവേസ് കൗണ്ട്, ഡിവൈഡ്, കമ്പയർ. എന്താണ് കൗണ്ട് എന്ന് വെച്ചാൽ ന്യൂമറേറ്റർ, ഏത് സാധനവും ഇവന്റോ രോഗമായിക്കോട്ടെ എത്ര എണ്ണം, ദാറ്റ് ഇസ് ന്യൂമറേറ്റർ. ആൻഡ് ഡിവൈഡ്, എന്തിനെ കൊണ്ട് ഡിനോമിനേറ്റർ വേണം. എത്ര ഏരിയയിലാണ് ഇത്, എത്ര പേരിലാണ്, ഇവിടെ 1000 പേരിലാണോ 2000 പേരിലാണോ, ഈ സ്കൂളിൽ 50 പേരിലാണോ, ആ ഗ്രാമത്തിലുള്ള 3000 പേർക്കാണോ മുതലായ കാര്യങ്ങൾ കൗണ്ട്, ഡിവൈഡ് ബൈ എ ഡിനോമിനേറ്റർ. ആൻഡ് റേറ്റ് കിട്ടും. അപ്പോൾ ആ റേറ്റ് കിട്ടും. ഒരു പ്രിവലൻസ് റേറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇൻസിഡൻസ് റേറ്റ് ആയിക്കോട്ടെ, അല്ല ഇപ്പൊ നമ്മൾ കേസ് ഫേറ്റാലിറ്റി റേറ്റ് കിട്ടണമെങ്കിൽ എപ്പോഴും ന്യൂമറേറ്ററും വേണം, ഡിനോമിനേറ്ററും. ഇത് രണ്ടും നിങ്ങൾ ഇപ്പോഴേ മനസ്സിൽ ഫിക്സ് ചെയ്യണം. ഈ 2 നമ്പർ ഉണ്ടെങ്കിൽ then you can very objectively analyze. ഇവിടെ നമുക്ക് 10 കേസുണ്ട്, അപ്പുറത്തെ പഞ്ചായത്തിൽ 100 കേസുണ്ട്.
അപ്പൊ കേൾക്കുന്നവർക്ക് അത് ഭയങ്കര ഗുരുതരം, 100 കേസ്. പക്ഷെ അവിടുത്തെ 100 കേസ് 3000 പേരിലായിരിക്കും, ഇവിടുത്തെ 10 കേസ് 30-ലായിരിക്കും. ഏതാണ് ഗുരുതരം? ഇവിടെ 10 ഉള്ളെങ്കിൽ 30-ലാണ് 10, അവിടെ 3000-ലാണ് 100. അപ്പോൾ സോ വി ആർ മച്ച് മോർ സിവിയർലി അഫക്റ്റഡ് ദാൻ ഹാവിംഗ് 100 കേസ് among 3000 people there in the next panchayat or the next FHC area. അപ്പൊ അതുകൊണ്ട് ഈ TPP and CDC മറക്കല്ലേ. നമ്മളെ തുടക്കത്തിലെ യൂസ് ചെയ്ത് ശീലിച്ച 2 സാധനങ്ങളാണ്, നിങ്ങളെ എല്ലാവരും യൂസ് ചെയ്ത് ശീലിക്കുക. ഓക്കെ, കുറച്ച് ചരിത്രം. വലിയ കാര്യമൊന്നുമില്ല. 2004-05 IDSP ആദ്യമായി തുടങ്ങിയത്. അതിൽ ആദ്യമായി ട്രെയിനിങ്ങിന് പോകാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്ന ആൾക്കാർ നമ്മളൊക്കെ, ഞാനടക്കം പോയിരുന്നു. വെല്ലൂർ വെച്ചായിരുന്നു ആദ്യമായിട്ട് ഈ വാക്ക് നമ്മൾ കേൾക്കുന്നത്. CMC വെല്ലൂർ വാസ് എ നോഡൽ ട്രെയിനിങ് ഏജൻസി. അവിടുത്തെ കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ 2 week ട്രെയിനിങ്ങിന് പോയിട്ടാണ് ആദ്യമായി നമ്മൾ ഈ വാക്കെല്ലാം കേൾക്കുന്നത്. കേട്ടു, അതിന്റെ രീതികളൊക്കെ കേട്ട് എല്ലാവരും വളരെ ത്രില്ലടിച്ചു. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വിത്ത് വേൾഡ് ബാങ്ക് കമ്പൈൻ പ്രോജക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ആൾക്കാരൊക്കെ അവിടെ വെല്ലൂർ വന്ന് നമ്മളെയൊക്കെ ട്രെയിൻ ചെയ്തു. നമ്മൾക്കെല്ലാം കുറെ മോട്ടിവേഷൻ ഒക്കെ തന്നു. അങ്ങനെ കേരളത്തിൽ ആദ്യമായി തിരുവനന്തപുരത്ത് IDSP യൂണിറ്റ് ഉണ്ടാക്കി. ഞാനായിരുന്നു ഫസ്റ്റ് DSO അതിന്റെ. അങ്ങനെയാണ് ഇത് അന്ന് പരിപാടി തുടങ്ങിയതിന്റെ പഴയ ഓർമ്മകളാണ് എനിക്കും വരുന്നത്. എനിവേ, അപ്പൊ അന്ന് ഇത് തുടങ്ങി വെച്ച് എന്താണ്, ഇങ്ങനെ ഏർലി വാർണിംഗ് സിഗ്നൽസ് വേണം. നമുക്ക് രോഗങ്ങളെല്ലാം വന്ന് അവിടെ മുഴുവൻ കുളമാക്കി നശിപ്പിച്ച് പിന്നെ എല്ലാവർക്കും ചീത്ത കേൾക്കാന്നൊക്കെ ഒരു അവസ്ഥയാക്കി കുറെ ആൾക്കാർ കഷ്ടപ്പാടിൽ പോയി. എന്നിട്ട് നമ്മൾ അറിഞ്ഞ് പിന്നെ അതിന്റെ പിന്നാലെ ഇങ്ങനെ ഓടുന്ന തത്രപ്പാടിനേക്കാൾ നല്ലത് ഏർലി വാർണിംഗ് സിഗ്നൽസ്. സോ ഇതാണ് ഒരു നല്ല കണ്ടിന്യൂസ് സർവൈലൻസ് സിസ്റ്റം വേണം. ഡീസെൻട്രലൈസ്ഡ് ആയിരിക്കണം, പഞ്ചായത്ത് ലെവലിലായിരിക്കണം, അല്ലെങ്കിൽ വില്ലേജ് ലെവലിലായിരിക്കണം. എന്നിട്ട് അതിന് ഏർലി വാർണിംഗ് സിഗ്നൽ വെച്ച് പിടിക്കുക, എന്നിട്ട് ഇഫക്റ്റീവ് ആക്ഷൻ എടുക്കാൻ പറ്റുക. അപ്പൊ ഇതായിരുന്നു അതിന്റെ ലക്ഷ്യങ്ങൾ. പിന്നെ എക്സിസ്റ്റിംഗ് ചില സർവൈലൻസ് സിസ്റ്റം ഉണ്ട്. അന്നേ നമ്മൾ ഇതൊക്കെ ചെയ്യുന്ന ചില കാര്യങ്ങൾ, അതിനെല്ലാം കൂടെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാനായിരുന്നു നമ്മുടെ അടുത്ത ജോലി. അപ്പൊ ഹൈലൈറ്റ്സ് എന്താണ്, ഈ ഒരു ചെയിൻ ഓഫ് റിപ്പോർട്ടിംഗ് ആണ്. അപ്പൊ അവിടെ 3 വാക്കുണ്ട്: DSU, SSU, CSU. DSU എന്ന് വെച്ചാൽ ഡിസ്ട്രിക്റ്റിലെ സർവൈലൻസ് യൂണിറ്റ്. അപ്പൊ നിങ്ങളിപ്പോ ട്രിവാൻഡ്രത്താണ് ജോലി ചെയ്യുന്നതെങ്കിൽ ട്രിവാൻഡ്രം DSU ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ റാന്നിയിലാണ് ഇരിക്കുന്നതെങ്കിൽ പത്തനംതിട്ട DSU ആണ് നിങ്ങളുടെ ഡിസ്ട്രിക്ട് സർവൈലൻസ് യൂണിറ്റ്. അല്ലെങ്കിൽ നിങ്ങൾ തലപ്പുഴ ഇരിക്കുകയാണെങ്കിൽ വയനാട് തലപ്പുഴ ഇരിക്കുകയാണെങ്കിൽ വയനാട്ടിൽ മാനന്തവാടിയിലുള്ള DMO ഓഫീസിലായിരിക്കും അവിടുത്തെ DSU ഡിസ്ട്രിക്ട് സർവൈലൻസ് യൂണിറ്റ്. അപ്പോൾ ജില്ലേന്റെ എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് DSU. അവിടുന്ന് 14 DSU കൂടെ കേരളത്തിൽ അഡീഷണൽ DSS പബ്ലിക് ഹെൽത്തിലേക്ക് വിടുന്നു. ഷീ ഈസ് ദ സ്റ്റേറ്റ് സർവൈലൻസ് ഓഫീസർ. മീനാക്ഷി മാഡം ഹെഡ് ചെയ്യുന്ന യൂണിറ്റിനെയാണ് നമ്മൾ SSU എന്ന് പറയുക, സ്റ്റേറ്റ് സർവൈലൻസ് യൂണിറ്റ്. അപ്പൊ ഇവിടെ വെച്ചും തീരുന്നില്ല. ഇവിടെ വെച്ച് നമ്മൾ എല്ലാ കാര്യങ്ങളും പോയി നമ്മുടെ മന്ത്രിക്കൊക്കെ ഇൻഫർമേഷൻ കൊടുത്തു, മിനിസ്റ്റർ നമ്മളെ ഗൈഡ് ചെയ്യുന്നു, അങ്ങനെ ഡെയിലി പല കാര്യങ്ങൾ നടക്കുന്നു. പക്ഷെ ഇതെല്ലാം പാരലൽ ആയിട്ട് സെൻട്രൽ സർവൈലൻസ് യൂണിറ്റിൽ പോകുന്നു. അപ്പൊ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മോണിറ്റേഴ്സ് എവറിത്തിങ് വിച്ച് ഇസ് ഹാപ്പനിങ് ദ ഹോൾ കൺട്രി. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ടേക്ക് ഒരു റിപ്പോർട്ട് എപ്പോഴും കണ്ടിന്യൂസ്ലി എല്ലാ ആഴ്ചയും പോകും. ചില ഇവന്റ്സ് ഒക്കെ ഡേ ബൈ ഡേ പോകും. ആൻഡ് ദേ ഈവൻ ഹാവ് ന്യൂസ് പേപ്പർ വരെ അവരെ ഒന്ന് വായിക്കും. നമ്മുടെ മലയാളം ന്യൂസ് പേപ്പർ വരെ അവിടെ ആളെ വെച്ച് വായിപ്പിച്ച് ചിലപ്പോൾ നമ്മൾ അറിയുമ്പോൾ ഇങ്ങോട്ട് ചോദിക്കും. ദാറ്റ് ഇസ് സെൻട്രൽ സർവൈലൻസ് യൂണിറ്റ്. പിന്നെ നമ്മുടെ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി സിസ്റ്റം ഉണ്ട്. വി നോ ദാറ്റ് പണ്ട് നമ്മൾ ചില സ്ഥലത്ത് മാത്രം കേട്ടാണ് ഈ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറീസ്. ഇപ്പൊ എല്ലാ സ്ഥലത്തും റീജിയണൽ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി ഒക്കെ എല്ലാ സ്ഥലത്തും ആയിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ചിലപ്പോൾ ഡോക്ടർ സുനിജന്റെ പേര് കേട്ടിരിക്കാം. ഷീ ഈസ് ദ പേഴ്സൺ ഹെഡിങ് ദ ഹോൾ സിസ്റ്റം ഓഫ് ലബോറട്ടറി സർവൈലൻസ്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് ലബോറട്ടറീസ് സ്ട്രെങ്തൻ ചെയ്യാനുള്ള കുറേ നടപടികൾ അന്നെടുത്തിരുന്നു. പിന്നെ ഹ്യൂമൻ റിസോഴ്സിനെ ട്രെയിൻ ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് സ്റ്റേറ്റിൽ ഇങ്ങനെ SSOനെ ഒരാളെ ആക്കി. പിന്നെ നമ്മൾ 14 പേരെ DSO ആക്കി. പിന്നെ മൈക്രോബയോളജിസ്റ്റിനെ ഉണ്ടാക്കി, അവരെ ട്രെയിൻ ചെയ്തു. എൻറ്റമോളജിസ്റ്റിനെ ഉണ്ടാക്കി. എപ്പിഡെമിയോളജിസ്റ്റ്, അത് ഇതിനൊക്കെ ഈ ഡേറ്റനെ അരച്ച് കലക്കി കുടിക്കുന്ന സ്പീഷീസ് ആണ് എപ്പിഡെമിയോളജിസ്റ്റ്. അവരിങ്ങനെ ഡേറ്റ കിട്ടിയാൽ അരച്ച് കലക്കി കുടിക്കും. ദാറ്റ് ഇസ് ദേ വിൽ പ്രൊഡ്യൂസ് ഇൻഫർമേഷൻ ഔട്ട് ഓഫ് ദാറ്റ്. പിന്നെ അതുപോലെ ഡേറ്റ മാനേജേഴ്സ്, കാരണം ഇതെല്ലാം കെട്ടുകണക്കിന് ഡേറ്റ വന്ന് ഇറക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഇടയിൽ ബറീഡായി പോകും. അപ്പോൾ അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഡേറ്റ മാനേജർ, പിന്നെ ഇതിനെല്ലാം കമ്പ്യൂട്ടറിൽ കയറ്റാൻ വേണ്ടി ഡേറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് ഒക്കെ മുതലായ ആൾക്കാരെല്ലാം ഇതിനകത്ത് ട്രെയിൻ ചെയ്തു. പിന്നെ IT എനേബിൾഡ്, ഫോഴ്സ് ഇപ്പോൾ എല്ലാം IT എനേബിൾഡ് ആണ്, എടുത്തു പറയാനൊന്നുമില്ല. പിന്നെ നമ്മൾ ആദ്യം 21 രോഗങ്ങളാണ് സ്പെസിഫിക് ആയിട്ട് ചാർട്ട് വെച്ച് നമ്മൾ 21 റെഗുലർ ഡിസീസ് എല്ലാ സ്റ്റേറ്റിലും, പിന്നെ 2-3 ഡിസീസ് നമുക്ക് സ്റ്റേറ്റിന് എടുക്കായിരുന്നു. പിന്നെ നമ്മുടെ കോർഡിനേഷൻ വിത്ത് സ്റ്റേറ്റ് PHL, റീജിയണൽ PHL ഉള്ള കോർഡിനേഷൻ കൂടെ ഇതിനകത്തുണ്ടായിരുന്നു. NCD സർവൈലൻസ് അതിന്റെ കൂടെ ചേർക്കുന്നത് അതൊരു രോഗാവസ്ഥ ആയതുകൊണ്ട്. എസെൻഷ്യൽ കോമ്പണൻസ്, ഈ കോമ്പണൻസ് എല്ലാം നിങ്ങൾ ഈ വാക്കുകൾ അറിഞ്ഞിരിക്കണം. കാരണം യു ആർ ഓൾസോ പാർട്ട് ഓഫ് ദാറ്റ്. റിപ്പോർട്ടിംഗ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് റിപ്പോർട്ടിംഗ് യൂണിറ്റ്. യു ആർ ദ റിപ്പോർട്ടിംഗ് യൂണിറ്റ്സ്. കാരണം ഒരു FHCO PHCO ആണ് ബേസിക് റിപ്പോർട്ടിംഗ്. അവിടുന്ന് ഇൻഫർമേഷൻ DSUലേക്ക് പോകുന്നു. നോഡൽ ഓഫീസേഴ്സ്, അതിന്റെ നോഡൽ ഓഫീസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മെഡിക്കൽ ഓഫീസർ ആയിരിക്കും, അവിടുത്തെ നോഡൽ ഓഫീസർ. ഡിസ്ട്രിക്റ്റിനകത്ത് DSO ആണ്, സ്റ്റേറ്റിലെ SSO ആണ്.
ഇത് റിപ്പോർട്ട് ചെയ്ത ദിവസം ഒരു പേപ്പറിൽ എങ്ങനെയെങ്കിലും ഇഷ്ടമുള്ള പോലെ വിടുകയല്ല, ഫോർമാറ്റ്സ് ഉണ്ട്. ആ ഫോർമാറ്റിനകത്ത് ഫില്ല് ചെയ്താണ് റിപ്പോർട്ട് പോകേണ്ടത്. അതിൽ ഫില്ല് ചെയ്യാനും ഈ താഴെ റിപ്പോർട്ടിംഗ് യൂണിറ്റ് ആയ നിങ്ങൾ താഴോട്ട്, അല്ലെങ്കിൽ നോഡൽ ഓഫീസറായ നിങ്ങൾ താഴോട്ട് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി നിങ്ങളുടെ പട്ടാളത്തിന് യൂസ് ചെയ്യും. നിങ്ങളുടെ പട്ടാളമാണ് നമ്മുടെ ഏറ്റവും കഠിനാധ്വാനം ചെയ്ത് നമ്മുടെ ഒരു ബന്ധം ജനങ്ങളിലേക്ക് സ്ഥാപിച്ചെടുക്കുന്ന ആ പ്രഷ്യസ് ആർമി ഇസ് ഫീൽഡ് സ്റ്റാഫ്. അതിനകത്ത് ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടേഴ്സും, അതിന്റെ കൂടെ JPHN, PHN, ആശ, അങ്ങനെ എല്ലാ ആൾക്കാരും, സൂപ്പർവൈസേഴ്സ്, ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ ഫീൽഡ് സ്റ്റാഫ്. ആ ഫീൽഡ് സ്റ്റാഫിന് കിട്ടുന്ന റിപ്പോർട്ട്സ് ആണ് നമ്മളൊരു പ്രോപ്പർ ഫോർമാറ്റിനകത്താക്കി അത് കറക്റ്റ് ചാനൽ വഴി, അതായത് നിങ്ങളുടെ അടുത്ത് നിന്ന് അത് DSOയിൽ പോകുന്നു, DSO മുകളിലോട്ട് വരുന്നു. പിന്നെ ലാബിൽ നിന്നുള്ള കാര്യങ്ങൾ DSO പലപ്പോഴും കോർഡിനേറ്റ് ചെയ്യും. നിങ്ങൾക്കും ഇൻഫർമേഷൻ കിട്ടും, പക്ഷേ DSO ആയിരിക്കും അതിനെ കോർഡിനേറ്റ് ചെയ്യുന്നത്. പിന്നെ റാപ്പിഡ് റെസ്പോൺസ് ടീം. റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ കയറി ഷോക്ക്ഡായി ഞെട്ടി നിങ്ങളെ മറ്റ് ജോലിയിലേക്ക് ഇരിക്കുമ്പോൾ ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് സ്തംഭിച്ചു പോകാതിരിക്കാൻ വേണ്ടി ഡിസ്ട്രിക്ട് ലെവലിൽ റാപ്പിഡ് റെസ്പോൺസ് ടീമുണ്ട്. ഈ DSO അടക്കം ലീഡ് ചെയ്യുന്ന ഒരു കൊച്ചു ടീമുണ്ട്, എപ്പിഡെമിയോളജിസ്റ്റ്, മൈക്രോബയോളജിസ്റ്റ് ഒക്കെ ആയിട്ട്. ഒരു രോഗം ഔട്ട്ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ പോയി ഡേറ്റ അത് അസസ് ചെയ്യാൻ കഴിവുള്ള ഒരു ടീമാണ് ഈ റാപ്പിഡ് റെസ്പോൺസ് ടീം എന്ന് പറയുന്നത്. സോ അവര് ഉണ്ട്. പിന്നെ ഡേറ്റ സ്റ്റോറേജ്, അനാലിസിസ്, അതിന്റെ കാര്യങ്ങൾ, ട്രാൻസ്മിഷൻ ആൻഡ് ആക്ഷൻ. സോ ദീസ് ആർ ദ കോമ്പണൻസ് ഇൻ ഡേറ്റ മാനേജ്മെന്റ് ഇൻ IDSP സിസ്റ്റം. കോർ ഡിസീസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ഫോളോ ചെയ്യുന്ന ഡിസീസ് നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ ഫോമിനകത്തുണ്ട്. എങ്കിലും ഇതൊക്കെയാണ് ഏറ്റവും തുടക്കത്തിൽ തൊട്ടേയുള്ള കോർ ഡിസീസസ്. വെക്ടർ ബോണ്ട് ഒരു കൂട്ടമുണ്ട്, ഡെങ്കി, മലേറിയ, ചിക്കുൻഗുനിയ, ജാപ്പനീസ് എൻസെഫലൈറ്റിസ്, അക്യൂട്ട് എൻസെഫലൈറ്റിസ് സിൻഡ്രോംസ് എന്നുള്ള ഗ്രൂപ്പിൽ. വാട്ടർ ബോണ്ട് ഡിസീസിന്റെ കൂടുതൽ ഡയറിയ, കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്, അതെല്ലാം ഉണ്ട്. ലെപ്റ്റോസ്പിറോസിസ് ഒക്കെ അതിനകത്ത് വരും. എയർബോൺ ഡിസീസിനകത്ത് ഇപ്പൊ നമ്മുടെ ഫേവറേറ്റ് സ്വന്തം കോവിഡ്, അത് തൊട്ട് താഴോട്ടേക്ക് പഴങ്കഥകളായ പല പല രോഗങ്ങളും അതിനകത്ത് പെട്ടു. H1N1, H5N1. H5N1 എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ, പക്ഷിപ്പനി. പിന്നെ മെർസ്-കോവി, സാർസ്-കോവി, അങ്ങനെ വാക്കുകൾ. പിന്നെ അതുപോലെ ചില വാക്കൊക്കെ പുതിയതായിട്ട് നമ്മൾ കേട്ടു, ILI, സാരി, അപ്പൊ അതൊക്കെ കേട്ടു. ട്യൂബർക്ലോസിസ്, വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസിന് സർവൈലൻസ് ഉണ്ട്. പിന്നെ ഹെമറേജിക് ഫീവേഴ്സ്, ഫീവർ വിത്ത് ഡിഫറെന്റ് കണ്ടീഷൻസ്, ഫീവർ വിത്ത് ഓട്ടോട്സ്, അങ്ങനെ ഹെമറേജിക് ഫീവേഴ്സ് ഒക്കെ അതിനകത്ത് പെടും. സോ ദീസ് ആർ സം ഓഫ് ദ മെയിൻ കണ്ടീഷൻസ്. ഡേറ്റ സോഴ്സ്, എവിടുന്നാണ് ഡേറ്റ? അപ്പൊ ഈ ആരോഗ്യത്തിന്റെ വിവരങ്ങൾ എവിടുന്ന് കിട്ടുന്നു എന്നുള്ളത് നമ്മുടെ സോഴ്സ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യണം. ഈ പോലീസുകാരുണ്ടല്ലോ, നമ്മുടെ ഈ ഡിറ്റക്റ്റീവ് നോവൽസ് ഒക്കെ വായിക്കാൻ അറിയാം. ഒരു സ്റ്റേഷനിലെ പോലീസുകാർ എപ്പോഴും അവിടുത്തെ ലോക്കൽ ഗൂണ്ടകളായിട്ടും നാട്ടുകാരുമായിട്ടും എല്ലാവരുമായിട്ട് ചെറിയൊരു ഫ്രണ്ട്ലി ടച്ചോടെ മെയിൻറ്റെയിൻ ചെയ്യും. എന്താ വെച്ചാൽ എവിടെയെങ്കിലും ഒക്കെ ചില വേലത്തരങ്ങൾ നടക്കുന്നത് ആദ്യമേ പിടിക്കാനാണ്. സോ ദാറ്റ് വിൽ ബി ദ പ്രൈമറി ഇൻഫർമേഷൻ. ഫസ്റ്റ് ലക്ഷണങ്ങൾ അവിടെ നിന്നാണ് വരിക. ദേ വിൽ ഗെറ്റ് ലീക്സ്. ഇപ്പോഴും ഉണ്ട് ചില കാര്യങ്ങൾ. ഇപ്പോൾ ഈ ആൾക്കാർ ബോർഡറിൽ കൂടെ വല്ല കഞ്ചാവോ കള്ളൊക്കെ കടത്തി കൊണ്ടുപോകുമ്പോൾ ഈ ആരെങ്കിലും ആ വിവരം ചോർന്നിട്ട് പോലീസ് ഫോളോ ചെയ്ത് നമ്മൾ കേൾക്കുന്നുള്ളൂ. സോ ഡേറ്റ സോഴ്സ്. അപ്പൊ അതിന് ഡേറ്റ സോഴ്സ് ആയിട്ട് സാധാരണ നാട്ടുകാരാണ്. അപ്പൊ ഈ IDSPന്റെ ഒരു തത്വം എന്താണെന്നറിയാമോ? വി ഡോണ്ട് നീഡ് ആ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ഭയങ്കര ആക്യുറസി ഒന്നും വേണ്ട കിട്ടുന്ന ഇൻഫർമേഷൻ. എനിത്തിങ് ക്യാൻ ബി ആക്സെപ്റ്റഡ്. ഏത് തരം ഇൻഫർമേഷൻ നിങ്ങൾ ധൈര്യമായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. ഇറ്റ് കൻ ഈവൻ ബി വാട്ട് ഈസ് കോൾഡ് എ റൂമർ. ഇതൊരു ഫണ്ണി രജിസ്റ്റർ ആണ്, നിങ്ങൾക്ക് ഉണ്ടാവും ഈ രജിസ്റ്റർ. എന്നാലും ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാണ്, സാധാരണ ബാക്കി എല്ലാത്തിനും അറ്റൻഡൻസ് രജിസ്റ്റർ ഉണ്ട്, ക്യാഷ് രജിസ്റ്റർ ഉണ്ട്, അങ്ങനെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം ആൾക്കാർ രജിസ്റ്റർ വയ്ക്കും. ഈ റൂമറിന് രജിസ്റ്റർ വയ്ക്കാന്ന് പറഞ്ഞാൽ പലർക്കും ഒരു അതിശയാണ്. അതിനും വേണോ രജിസ്റ്റർ എന്ന് പറയുന്നത്? അപ്പൊ ആരുടെ ഭാര്യ എൻ്റെ കൂടെ ഒളിച്ചോടി മുതലായ കാര്യങ്ങളല്ല ഇതിനകത്തുള്ളത്. പക്ഷെ രോഗത്തിനെ പറ്റിയ റൂമർ, ഈ നേരത്തെ പറഞ്ഞ പോലെ റിഡിക്കുലസ് സൗണ്ടിങ് തിങ്സ്. പീപ്പിൾ ഹാവിങ്, എല്ലാവർക്കും ഈ ഭാഗത്തിൽ മുഴ വരുന്നു, എല്ലാവരുടെ മൂക്ക് കൂർത്തു വരുന്നു, ഈ ഭാഗത്ത് എല്ലാ കുട്ടികൾക്കും കോങ്കണ്ണ് വന്നു, ഒരു സ്കൂളിലെ എല്ലാ കുട്ടികളും ബോധം കിട്ടുകൊണ്ടിരിക്കും. സൗണ്ട്സ് ഫണ്ണി, ഡസൻ ഫിറ്റ് ഇൻ ടു എനി പാറ്റേൺ. പക്ഷേ ഇത് റൂമറാണ്. അതിന്റെ ബാക്കിൽ എന്തെങ്കിലും ചെറിയ കഴമ്പുകൾ കാണും, ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന റൂമർ രജിസ്റ്റർ ആണ്. കം ബാക്ക്. സോ ഡേറ്റ സോഴ്സ് പബ്ലിക് ആണ്. അപ്പൊ പബ്ലിക്കിന്റെ അടുത്ത് നമുക്ക് മെഡിക്കൽ ആക്യുറസി ഒന്നും എക്സ്പെക്ട് ചെയ്യേണ്ട. സോ എല്ലാവരെയും നമ്മൾ ഹാപ്പിയായി വെൽക്കം ചെയ്യുക. ആര് ഇൻഫർമേഷൻ തന്നാലും താങ്ക് യു ഒക്കെ പറഞ്ഞ്, നിങ്ങളുടെ ഇൻഫർമേഷൻ തന്നതിന് വളരെ നന്നായി, നമ്മൾ അതിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനിപ്പിച്ച് സന്തോഷമാക്കി വിടുക. ആൻഡ് ദെൻ യു യൂസ് യുവർ മെഡിക്കൽ നോളജ് ടു ഡിസൈഡ് ആരെ വിട്ടി, ഞാൻ തന്നെ പോണോ. ചിലത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലൊരു ഒരു ബൾബ് കത്തും, ഇത് കളിതമാശയല്ല. സോ ദെൻ യു യുവർ സെൽഫ് ഡിസൈഡ് ദാറ്റ് യു വിൽ ഓൾസോ ഗോ വിത്ത് ദ ടീം. ഓക്കെ, ചിലത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, സംതിങ് സിമ്പിൾ. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ HIനെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം കേൾക്കുന്നു ഇന്ന സ്ഥലത്ത്, അതൊന്ന് പോയി നോക്കിയിട്ട് വാ, എന്നെ വിളിക്കും. അപ്പൊ ദാറ്റ് ഇസ് സോ ഡേറ്റ സോഴ്സ് പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത്, അതൊക്കെ റൂമർ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് ഇതെല്ലാം കൂടെ ഈ റിപ്പോർട്ട്സ് വെച്ചിട്ടാണ് അവസാനം നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഡിസ്ട്രിക്റ്റിനകത്ത് ഈ റിപ്പോർട്ട്സ് വെച്ച് അനലൈസ് ചെയ്യാണ് പാസീവ് സർവൈലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 3 തരം റിപ്പോർട്ട് ഉണ്ട് ഇതിനകത്ത്. സിൻഡ്രോമിക് റിപ്പോർട്ട്സ്, അതാണ് ഫീൽഡിൽ നിന്ന് വരുന്നത്.
ഇതിനകത്ത് ആക്യുറസി വളരെ കുറവ്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ആക്യുറസി വളരെ കുറവ് മതി. ആക്യുറസി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കൺഫേം ചെയ്ത് വെരിഫൈ ചെയ്തിട്ട് മാത്രം എഴുതി കയറ്റുക, അത് വേണ്ട. എന്ത് സംശയമുള്ളത് അവിടെ കയറ്റാം. ദെൻ ഈവൻ ക്രോസ് ഇറ്റ് ഔട്ട്, നോ പ്രോബ്ലം, ബട്ട് ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ അലേർട്ട്. അപ്പൊ അതുകൊണ്ട് സിൻഡ്രോമിനകത്ത് എത്ര കേസ് കൂടിയാലും സാധനങ്ങൾ കൂടിയാലും ഒരിക്കലും വറി ചെയ്യേണ്ട. അത് കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ ആരും, ആക്ച്വലി കൂടുന്നതാണ് നല്ല ലക്ഷണം. പിന്നെ അതിനകത്ത് തെറ്റ് വന്നു പറഞ്ഞാൽ ആരും ക്രിട്ടിസൈസ് ചെയ്യാൻ പോകുന്നില്ല. സിൻഡ്രോമിക് റിപ്പോർട്ട് ക്യാൻ ബി എനിത്തിങ്. അതുകൊണ്ട് അത് മാക്സിമം കയറ്റാന്നുള്ളത്. സെക്കൻഡ് റിപ്പോർട്ട് ഇസ് എ പി ഫോം ഓർ പി റിപ്പോർട്ട്, പ്രൊസംപ്റ്റീവ് ഓർ പ്രോബബിൾ. അവിടെയാണ് ഈ ഒരു രോഗിയെ ഒരു ഡോക്ടർ നേരിട്ട് കണ്ട് എക്സാമിൻ ചെയ്തപ്പോൾ ആ ഡോക്ടർക്കുള്ള ഇംപ്രഷൻ അവിടെ ദെൻ വെരി സ്പെസിഫിക് സയന്റിഫിക് ട്രെയിനിങ് ക്ലിക്സ് ഇൻ, അല്ലേ? ഡോക്ടറെ കാണുമ്പോഴേക്കും എന്തെങ്കിലും കോമാളിത്തരല്ലോ എഴുതിയിരിക്കുന്നത്. ഈവൻ നിങ്ങൾ 2 സെക്കൻഡ് കൊണ്ട് ഒരു പേഷ്യനെ ഡയഗ്നോസ് ചെയ്ത് OPT കെട്ടിപ്പിടിച്ച് എഴുതെങ്കിലും യു ആർ യൂസിങ് യുവർ 5 or 10 or 15 years ഓഫ് മെഡിക്കൽ ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്, അല്ലേ? കാണുന്ന പേഷ്യൻ അത് തോന്നും വന്ന് ഇരുന്ന് കസേരയിൽ മൂടുന്ന കുത്തുന്ന മുമ്പേ OPT എഴുതി കഴിയുന്ന കൊടുത്തു, ഇത് കഴിച്ചാൽ മതി. സോ ഹി മൈ തിങ്ക് വാട്ട് ഇസ് ദിസ്, പക്ഷേ യു ആർ യൂസിങ് ഓൾ ദിസ് ഓട്ടോമാറ്റിക് ആയിട്ട്, ഓൾ ദിസ് തിങ് ഹാസ് ബീൻ യൂസ്ഡ് ദെയർ ഹോപ്പ്ഫുള്ളി. അപ്പൊ അതുകൊണ്ട് പ്രിസംപ്റ്റീവ്, അപ്പൊ നിങ്ങളുടെ പ്രോബ്ലം ഇത് വെറും വൈറൽ ഫീവർ അല്ല, ഇത് കുഡ് ബി ലെപ്റ്റോ, കൊറി ലെപ്റ്റോ, മറ്റേത് കുഡ് ബി ഡെങ്കു, അപ്പൊ കൊറി ഡെങ്കു. റാഷ് കണ്ട് കൊറി മീസിൽസ് ഓർ കൊറി വൈറൽ ഫീവർ റാഷ്. അപ്പൊ അവിടെയെല്ലാം നിങ്ങളുടെ പ്രോബബിൾ എന്നുള്ള സ്കിൽ വരികയാണ്. ലാബ് കോൺഫർമേഷൻ എൽ ഫോം എന്ന് പറയുന്നത് ലബോറട്ടറി പോയിട്ട് വരുന്ന റിപ്പോർട്ടാണ് എൽ ഫോം എന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണ്? അതിനകത്ത് പിന്നെ സംശയമൊന്നുമില്ല. ലാബ് ടെക്നീഷ്യൻ കണ്ടു മലേറിയ പാരസൈറ്റ് അതിനകത്ത് നോക്കി ചിരിച്ചുകൊണ്ടിരുന്നാൽ പിന്നെ അത് വേറെ ഒന്നുമല്ല, ആ പനി മലേറിയ തന്നെയാണ്. അല്ലെങ്കിൽ കോളറ, അപ്പൊ വിബ്രിയോ കോളറിനെ കൈയോടെ പിടിച്ച് ഷേക്ക് ഹാൻഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ഏതെങ്കിലും ഡയറിയ എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിയാൻ പറ്റില്ല. വിബ്രിയോ കോളറിക്ക് ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞു, സോ ഇറ്റ് ഇസ് കോളർ. അപ്പൊ അതാണ് ലാബ് റിപ്പോർട്ട് ഇസ് എ കൺഫർമേഷൻ സിസ്റ്റം. അതിനകത്ത് പിന്നെ നോ മാർജിൻ ഫോർ എറർ. പ്രോബബിളും കുറച്ച് എററൊക്കെ വരാം. അല്ലെങ്കിൽ നമുക്കറിയാലോ വൈറൽ ഫീവർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നാളെ എങ്കിയായി മാറി, മറ്റന്നാൾ ചിലപ്പോൾ വേറെ വല്ലതായി മാറി. സോ യു കൻ ബി എ മാലിഗ്നൻസി. നമ്മൾ വൈറൽ ഫീവർ എന്ന് 2 ആഴ്ച ട്രീറ്റ് ചെയ്തു, അവസാനം നോക്കുമ്പോൾ ലിംഫോമ ആയിരിക്കും സാധനം. ദാറ്റ് ഇസ് ഓൾ ആക്സെപ്റ്റബിൾ, ഡോണ്ട് വറി അബൌട്ട് ഓൾ ദാറ്റ്. അപ്പൊ റൂമർ രജിസ്റ്റർ ഞാൻ പറഞ്ഞു. അപ്പൊ അതിലെല്ലാ കോളംസും ഒക്കെ ഉണ്ട് എന്ന് കിട്ടി. എന്നിട്ട് അതിനെ ആര് പോയി നോക്കി എന്താണ് അവിടെ ചെന്നപ്പോൾ അവസ്ഥ. സോ ഇവിടെ നമ്മൾ TPP ഒക്കെ മനസ്സിൽ വെക്കണേ, ടൈം പ്ലേസ് പേഴ്സൺ. ഇനി സിൻഡ്രോമിക് സർവൈലൻസിന്റെ ഇവിടെ കേരളത്തിൽ ഇപ്പൊ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഒന്ന് വേസ്റ്റ് ഓൺ സിൻഡ്രോം. അപ്പൊ പാരാമെഡിക്കൽ പീപ്പിൾ എല്ലാം അതിനകത്തുണ്ട്. ലാബ് എന്നല്ല, എനി പാരാമെഡിക്കൽ പേഴ്സൺ ക്യാൻ ബി പാർട്ട് ഓഫ് ദ റിപ്പോർട്ടിംഗ് പേഴ്സൺ. കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ക്യാൻ ബി റിപ്പോർട്ടിംഗ് പേഴ്സൺ. സബ് സെന്റർ ബേസ്ഡ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ സബ് സെന്റർ ബേസ്ഡ് റിപ്പോർട്ടിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ 5448 യൂണിറ്റ് ഉണ്ട് കേരളത്തിൽ. ഇപ്പോൾ നമ്പർ കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറും, ബട്ട് ഐ എം നോട്ട് എക്സാക്ട് ഫിഗർ ആയിരിക്കുന്നില്ല, ബട്ട് ദിസ് അപ്രോക്സിമേറ്റ് ദ ഫിഗർ വിച്ച് വി ഹാവ്. പിന്നെ ഫീവർ, പലതരം ഫീവർ ആണ് സിൻഡ്രോമിക് സർവൈലൻസിൽ പിക്കപ്പ് ചെയ്യുന്നത്. ഫീവർ വിത്ത് റാഷ്, ഫീവർ വിത്ത് ആൾട്ടേർഡ് സെൻസോറിയം, ഫീവർ വിത്ത് ബ്ലീഡിംഗ് മാനിഫെസ്റ്റേഷൻ, ഫീവർ വിത്ത് ജോണ്ടിസ് മുതലായ ഓരോന്നിനും ഓരോ രോഗത്തിലൂടെ നയിക്കും ആ ഡയഗ്നോസിസ്. പിന്നെ കോഫ് ഗ്രേറ്റർ ദാൻ 2 weeks, അത് മെയിൻലി TB പിടിക്കാനാണ് ഈ കോഫ് ഗ്രേറ്റർ ദാൻ 2 weeks എന്ന് പറഞ്ഞത് ആദ്യമേ ഉള്ളതാണ്. ജോണ്ടിസ് എന്നുള്ള സിംറ്റം, ബിക്കോസ് അത് ഹെപ്പറ്റൈറ്റിസ് ആകാം, ലെപ്റ്റോ ആകാം, വേറെ ഏത് പണിയിലും ആകാം. ജോണ്ടിസ് എന്നുള്ള സിംറ്റം പിക്കപ്പ് ചെയ്യുന്നു. അക്യൂട്ട് ഫ്ലാസിക് പാരാലിസിസ്, ബിക്കോസ് പോളിയോനാണ് നമ്മൾ നോക്കിയിരുന്നത്. ഇറ്റ് ഓൾസോ ബി അതർ ഡിമാൻറ്റിക് ഡിസീസ് ആകാം. ഡയറിയ എന്ന് പറയുന്ന കൂട്ടത്തിൽ വെറും സാധാ വയറിളക്കം വന്നു, VIP കോളറയും വന്നു. അപ്പൊ എല്ലാം പെടും ഡയറിയല്ലാതെ. പിന്നെ ഇനി അൺയൂഷ്വൽ സിൻഡ്രോംസ് വന്നു കഴിഞ്ഞാൽ അതും സിൻഡ്രോമിക് സർവൈലൻസിൽ പെടും, SL പെടും. ഇതൊക്കെയാണ് ഫീവറിന്റെ ചില ഏരിയാസ് ഓഫ് ഫീവർ. എന്താണ് ഫീവർ ലെസ് ദാൻ 7 days. അപ്പൊ അത് വൈറൽ ഫീവർ ആയിട്ടായിരിക്കും മിക്കവാറും പോകുന്നത്. അതിനകത്ത് റെസ്പിറേറ്ററി സൈൻസ് ഉണ്ട്, ILI എന്ന് വിളിക്കും. ലോക്കലൈസിങ് സൈൻ ഒന്നും ഇല്ല ചിലപ്പോൾ. പിന്നെ ഫീവർ വിത്ത് റാഷ്, ഓൾട്ടേർഡ് സെൻസോറിയം, ബ്ലീഡിംഗ് എക്സെട്രാ ഞാൻ പറഞ്ഞ കാര്യം. അപ്പൊ SFAMന്റെ ഈ ഡേറ്റ വരുന്ന എവിടെയാണ്? ഈ ഗ്രാമത്തിലെ ഈ ഫസ്റ്റ് SFAM JPHനോ JHIയോ പിടിക്കുന്ന ഡയറിയിൽ അത് കയറാൻ വേണ്ടി ഇൻഫോമർ റിപ്പോർട്ട്, റൂമർ രജിസ്റ്ററിനകത്ത് റിപ്പോർട്ട്, ചിലപ്പോൾ മീഡിയ. നിങ്ങൾ ഒന്നും അറിഞ്ഞില്ല കേട്ടോ, നിങ്ങൾ വളരെ സമാധാനമായി കിടന്നു തുടങ്ങി. പിറ്റേന്ന് രാവിലെ എണീറ്റ് ചായ എല്ലാം കുടിച്ച് രാവിലെ പേപ്പറൊക്കെ തുറന്ന് TV വെറുതെ ഓണാക്കിയപ്പോഴേക്കും ഭയങ്കര റിപ്പോർട്ട്. എല്ലാവരും കൂടെ ക്യാമറയൊക്കെ ആയി നിങ്ങളുടെ ഗ്രാമത്തിൽ എത്തിക്കുന്നു, ഇവിടെ വൻ പ്രശ്നം, കൈവിട്ടുപോയി, അത് എന്നൊക്കെ പറഞ്ഞിട്ട് മീഡിയ റിപ്പോർട്ട്, അവിടെ എന്തോ സംഭവിച്ചിരിക്കുന്നു. അപ്പൊ അത് വെച്ചായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആക്ട് ചെയ്യുന്നത്. സോ ലുക്ക് ഔട്ട് ഫോർ ദ മീഡിയ ഓൾസോ. പിന്നെ പീഡ് സെൽ ഫീഡ്ബാക്ക് റിപ്പോർട്ട് ഉണ്ട്. ഈ റീജിയണൽ പീഡ് സെൽസ് നിന്ന് ഒരു ഫീഡ്ബാക്ക് റിപ്പോർട്ട് ചിലപ്പോൾ വരും. ദേ വിൽ പോയിന്റ് ഔട്ട് ടു ദ DSO ദാറ്റ് ഇന്ന ഏരിയയിൽ സംതിങ് ഇസ് പോസിബിൾ, കീപ്പ് എ റിപ്പോർട്ട്. അപ്പൊ ആ ഇവിടുന്ന് DSO അത് ഒരു ഏരിയയിലെ ആ ഏരിയ ഏതാണ് ടാർഗറ്റ് ഏരിയ, അവിടുത്തെ നിങ്ങൾക്കെല്ലാം ഇൻഫർമേഷൻ വരും, നിങ്ങൾ നോക്കിയിരുന്നോളണം. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഏരിയയിലെ ഗ്രാമത്തിലുള്ള ആൾക്കാരെയും ബാക്കി ആശാനെല്ലാം പറഞ്ഞു ഒന്ന് റെഡിയാക്കി വെച്ച് നോക്കിയിരുന്നോണ്ട് ഇങ്ങനെ വല്ലതും വരുന്നു. സോ then they can spot a disease very early based on the. അപ്പൊ അതും SFAMനകത്ത് കയറിയാൽ മതി. അതാകാം, അല്ലെങ്കിൽ അതെല്ലാം പിടിക്കാം. ബട്ട് സിമിലർ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം SFAMൽ കയറും.
പിന്നെ DSO SSU എന്നൊക്കെ തരുന്ന ഇൻഫർമേഷൻ, സർവൈലൻസ് രജിസ്റ്ററിനുള്ള ഇൻഫർമേഷൻ ഒക്കെ വെച്ചിട്ടാണ് ഈ എസ് ഫോമിനകത്ത് ഇൻഫർമേഷൻ കയറുന്നത്. അപ്പിയറൻസ് ഓഫ് എസ് ഫോം. പി ഫോം ഇസ് മെഡിക്കൽ ഓഫീസർ. ഇതിനകത്ത് മെയിൻ മാർക്ക് ഇതാണ്, ഡൺ ബൈ ദ MO ഓഫ് ഐഡന്റിഫൈഡ് ഹോസ്പിറ്റൽ. അപ്പൊ MO എവിടെയാണ് ഇരിക്കുന്നത്? OP യിലാണ്, മെയിൻലി OP യിലാണ്. ഇൻപേഷ്യന്റിലും MO നോക്കുന്നത്. അപ്പോൾ OP രജിസ്റ്ററും ഇൻപേഷ്യന്റ് രജിസ്റ്ററാണ് ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങൾ. ഇതിനകത്ത് OP രജിസ്റ്ററിനെ പറ്റി ഒരു വാക്ക് എനിക്ക് പറയാനുണ്ട്. നമുക്ക് പലപ്പോഴും ഭയങ്കര വിഷമവും തമാശയൊക്കെ തോന്നുന്ന ഒരു ഭാഗമാണ് ഈ OP രജിസ്റ്റർ. നമ്മളൊക്കെ ചിലപ്പോൾ ഇൻസ്പെക്ഷനും സർപ്രൈസ് ഇൻസ്പെക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമ്മളൊക്കെ വരും, മിന്നൽ പരിശോധന എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പല സ്ഥലത്തും പോയി നോക്കുമ്പോൾ ഈ ചില OP രജിസ്റ്റർ ഒക്കെ എനിക്ക് തോന്നുന്നു മറ്റേ ചെക്കോസ്ലോവാക്യയിലും അറബി ലാംഗ്വേജിലൊക്കെ എഴുതിയ പോലത്തെ OP രജിസ്റ്റർ ഉണ്ട്. ചിലതിനൊന്നുമില്ല, വലിയ വലിയ ഗ്യാപ്പാണ്. ഒരു ഡേറ്റും കാണും, അടിയിൽ 25 300 എഴുതിയിട്ടുണ്ട്, അന്ന് വന്ന ആൾക്കാരെ എണ്ണം. അതെങ്ങനെ വന്നെന്ന് അറിഞ്ഞൂടാ, പക്ഷെ അങ്ങനത്തെ ഗ്യാപ്സ് ഉണ്ട്. ചിലത് വെറും പേജ് മാത്രമേ കാണൂ. ചിലതിനാണെങ്കിലോ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻ, രോഗിയുടെ പേര്, കിച്ചു, 3 വയസ്സ്, നാള് തിരുവാതിര, പിന്നെ അയാളുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാർ, ആവശ്യമില്ലാത്ത സാധനം കുത്തിയിരുന്ന് മെഡിക്കൽ ഓഫീസർ കഷ്ടപ്പെട്ട് വൃത്തിയായി നീറ്റായിട്ട് 15 കോളത്തിൽ എഴുതും. ഒരു ആവശ്യവുമില്ല. ഇതെല്ലാം OP ടിക്കറ്റ് കൗണ്ടറിൽ എഴുതുന്നുണ്ട്. അപ്പൊ അത് ഈ നമ്പർ മാത്രം മതി ഇവിടെ. OP രജിസ്റ്ററിൽ OP നമ്പർ, ഇഫ് യു വാണ്ട് സെക്സ് ആൻഡ് ഏജ്, പേരില്ലേ പോലും കുഴപ്പമില്ല, പേരുണ്ടെങ്കിൽ കൊള്ളാം. ബട്ട് എല്ലാവരും പറയുന്ന, എല്ലാ ഡോക്ടറും പറയുന്ന ഒരു കംപ്ലൈന്റ് വെച്ചാൽ നേരമില്ല. അപ്പൊ കുത്തിയിരുന്ന് ഭയങ്കര നീളത്തിലുള്ള പേരൊക്കെ എഴുതി ഇങ്ങനെ ആമർ ഷെർജി ഫെറ്റിൽ എന്നൊക്കെ എഴുതുമ്പോൾ ഭയങ്കര നേരം എടുക്കും. അപ്പൊ അത്രയും നേരം എടുക്കാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ മെയിൽ ഇത്ര നിങ്ങൾ എഴുതിയാൽ മതി, ഇത് നല്ല കാര്യം. അപ്പം നമ്പറുണ്ട്, OP നമ്പർ കറക്റ്റ് ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ ലെജിബിൾ ആയിട്ട് എഴുതുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ വൺ റിക്വസ്റ്റ് ടു ഓൾ ഓഫ് യു, സീ ദാറ്റ് യു ഡു ഇറ്റ് പ്രോപ്പർലി ആൻഡ് ഓൾ ദ ഡോക്ടേഴ്സ് ഇൻ യുവർ യൂണിറ്റ് ഡു ഇറ്റ് പ്രോപ്പർലി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇല്ലെങ്കിൽ അത് ഊഹം വെച്ച ആൾക്കാർ കണക്കെടുക്കും, അവസാനം കണക്കെടുക്കാൻ നേരം. പിന്നെ രണ്ടാമതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഈ സ്ലൈഡിലുള്ളത് ഈ കേസ് ഡെഫിനിഷൻ. കേസ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എല്ലാം ഒന്ന് തന്നെയാണെന്ന് അറിയാനാണ്. അപ്പോൾ ഈ ആനയുടെ ഡെഫിനിഷൻ പോലെ നമുക്ക് അറിയാലോ, പഴങ്കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കണ്ണ് കാണാൻ പറ്റാത്ത ഒരാൾ നോക്കിയപ്പോഴേക്കും ആന തൂണ് പോലത്തെ ഒരു സാധനമാണെന്നും, വേറൊരാൾ അതേ ആനയെ തൊട്ട് വാല് പിടിച്ച് നോക്കിയിട്ട് അല്ല ആന ബ്രഷ് പോലത്തെ ഒരു സാധനമാണെന്നും, പിന്നെ വേറൊരാള് തുമ്പിക്കൈ പിടിച്ച് നോക്കിയിട്ട് ആന ഇങ്ങനെ റബ്ബർ ഹോസ് പോലത്തെ ഒരു സാധനമാണെന്നും ഒക്കെ പറഞ്ഞ കഥ നിങ്ങൾക്കറിയാം. അപ്പോൾ കേസ് ഡെഫിനിഷൻ IDSP ആണ് ഈ ആനേനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ IDSP will say that it is an animal with a brush-like tail and a thorn-like legs and also a horse-like. അപ്പോൾ സോഴ്സ് ഓഫ് ഡേറ്റ ഫോർ P ഫോം നേരത്തെ പറഞ്ഞാൽ OP രജിസ്റ്റർ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും അതിൽ സ്ട്രെസ് ചെയ്തത്. കാരണം ഇത് നമ്മുടെ എല്ലാ ഓഫീസേഴ്സിനും എപ്പോഴും സങ്കടം തോന്നിയാണ്. നമ്മുടെ ഈ ചെറുപ്പക്കാരെ, നിങ്ങളുടെ യങ് ഡോക്ടേഴ്സിൽ അതൊന്ന് വൃത്തിയായിട്ട് എഴുതി വെച്ചൂടെ. നമ്മൾ പലപ്പോഴും ഇങ്ങനെ നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ തോന്നും എന്തുകൊണ്ട് ഇത് എഴുതുന്നില്ല, എങ്ങനെ ഇത് കളക്ട് ചെയ്യാന്ന്. നിങ്ങൾ എഴുതി വെക്കുക നീറ്റായി. ഡോണ്ട് റൈറ്റ് അൺനെസറി ബിഗ് ലോങ് ഡേറ്റ. ബട്ട് OP നമ്പർ കറക്റ്റ് ആയിരിക്കണം, നെയിം ഏജും സെക്സും കറക്റ്റ് ആയിരിക്കണം, ആൻഡ് ഡയഗ്നോസ് അത് മതി. ഡയഗ്നോസ് എഴുതുമ്പോഴാണ് നമ്മൾ ഈ കറക്റ്റ് ആയിട്ടുള്ള ടേംസ്, ദാറ്റ് ഇസ് വൈ ദ കേസ് ഡെഫിനിഷൻ. പിന്നെ വാർഡ് എന്നുള്ള IP രജിസ്റ്റർ ഉണ്ട്. തherefore നിങ്ങളുടെ വാർഡ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന IP യൂണിറ്റ് ഉള്ള ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ സിസ്റ്റേഴ്സിനോടും പറയണം അതിനകത്തുള്ള എലിജിബിൾ ആൻഡ് കേസ് ഡെഫിനിഷൻ ഫോളോ ചെയ്യുന്ന രീതിയിലായിരിക്കണം അവിടുത്തെ റെക്കോർഡിംഗ് എല്ലാം. ഫാർമസി റെക്കോർഡ്സും ചിലപ്പോൾ എടുക്കും, ചില ഡ്രഗിന്റെ മൂവ്മെന്റ് അനുസരിച്ച് ചില കാര്യങ്ങൾ നമ്മൾ എടുക്കാറുണ്ട്. അപ്പൊ ഫോർ ഇത് ഒരു ഹോസ്പിറ്റലിൽ പോയി തപ്പുന്നതാണ്. ജനറൽ OP പോയി തപ്പുക, മെഡിക്കൽ OP, പീഡിയാട്രിക് OP, അതെല്ലാ സ്ഥലത്തും പോയി ഫിയറിന്റെയും മറ്റ് ഡിസീസിന്റെ ഒക്കെ എണ്ണം എടുത്തിട്ട് അതെല്ലാം കൂടെ അഗ്രിഗേറ്റഡ് ആയിട്ട് P ഫോം ഡേറ്റയ്ക്കകത്ത് എടുക്കുന്നു. ഹോസ്പിറ്റൽ സൂപ്രണ്ടിനെ കാണിക്കുന്നു, ഹോസ്പിറ്റലിനകത്ത് നോഡൽ ഓഫീസറെ കാണിക്കുന്നു. കാഷ്വാലിറ്റി ഉള്ള രജിസ്റ്ററൊന്നും എടുക്കും. അപ്പൊ എല്ലാ സ്ഥലത്തും രജിസ്റ്ററിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള എഴുത്ത് വേണം. സോ കാഷ്വാലിറ്റി you have the inpatients, you have the pediatric OP, medical OP, general OP, whichever OPs you have. അവിടെ നിന്നെല്ലാം ആണ് ഇൻഫർമേഷൻ OP രജിസ്റ്ററിന് ഒന്നിച്ചൊരു P ഫോമായി മാറുന്നത്. അപ്പോൾ ഇതുപോലെ ടാലി ഷീറ്റ്, ഇങ്ങനെ ഷീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ അവിടെ യൂണിറ്റുകളുണ്ട് അവിടെ നിന്ന് എല്ലാം എടുത്തിട്ട് നമുക്ക് ചേർക്കാൻ പറ്റും. ലാബ് സർവൈലൻസ് നിങ്ങളുടെ കയ്യിലല്ല, അത് ആക്ച്വലി DSO അങ്ങോട്ട് പോകുന്നതാണ്. നിങ്ങളുടെ ഹോസ്പിറ്റലിലെ ലാബിൽ നിന്ന് ഇൻഫർമേഷൻ അങ്ങോട്ട് പോകും, L ഫോംസ് പോകുന്നു. അപ്പോൾ അതിനകത്ത് DSO ഡെസിഗ്നേറ്റഡ് ലാബിൽ നിന്നാണ് അവർ L ഫോം ഇൻഫർമേഷൻ പിക്കപ്പ് ചെയ്യുക, കൺഫർമേഷൻ ലൈക്ക് പബ്ലിക് ഹെൽത്ത് ലാബ് എക്സെട്ര. അപ്പോൾ അതിന് അവർക്കും ഇത് ക്രൈറ്റീരിയയും സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻസ് ഉണ്ട്. അത് വെച്ചാണ് അവർ ഇൻഫർമേഷൻ നമുക്ക് തരുന്നത്. ആൻഡ് ദേ ഗിവ് us ആൻഡ് ഓൾസോ ദ പീഡ് സെൽ, കൺഫർമേറ്ററി റിപ്പോർട്ട്സ് ഒക്കെ പീഡ് സെല്ലിനും കൂടെ ലാബിൽ നിന്ന് പോകും, L ഫോം. സോ ലാബ്സിന്റെ കൂട്ടത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലബോറട്ടറി, അപ്പോൾ ലോക്കലാണെങ്കിൽ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലാബ് അതിനകത്ത് പെടുന്നുണ്ട്, റീജിയണൽ PH ലബോറട്ടറീസ് പെടുന്നുണ്ട്, മെഡിക്കൽ കോളേജ് ലബോറട്ടറി, മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ മെഡിക്കൽ കോളേജസ്.
പബ്ലിക് ഹെൽത്ത് ലബോറട്ടറി, സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ആൻഡ് ക്ലിനിക്കൽ ലബോറട്ടറി, SPHCL എന്ന് പറയുന്ന ഒന്ന്. പിന്നെ സെൻട്രൽ ലബോറട്ടറീസ് ഉണ്ട്, 38 എണ്ണമാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത്. സെൻട്രൽ സർവൈലൻസ് ലബോറട്ടറി, അത് പ്രത്യേക ചുമതലയുണ്ട്. പല ഹോസ്പിറ്റലിൽ തന്നെയാണ് ഇതുള്ളത്, പക്ഷേ ചില പ്രത്യേക ചുമതലയുള്ളതുകൊണ്ടാണ് സെൻട്രൽ സർവൈലൻസ് ലബോറട്ടറി. പിന്നെ നമുക്ക് സ്പെഷ്യൽ ലാബ്സ് ഉണ്ട്, കാര്യങ്ങളെ കൺഫേം ചെയ്യാനൊക്കെ. അതിനാണ് ICMR സ്പെഷ്യൽ ലബോറട്ടറി, KSIV ആലപ്പുഴ, NIV ആലപ്പുഴ, RGCP ട്രിവാൻഡ്രം മുതലായ ലാബ്സ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ മൃഗങ്ങളുടെ വല്ല ഗുരുമാലൊക്കെ ആണെങ്കിൽ വി സെൻഡ് ദം ടു HSADL ഭോപ്പാൽ, വിച്ച് ഇസ് ഹൈ സെക്യൂരിറ്റി ആനിമൽ ഡിസീസസ് ലബോറട്ടറി. BSL 2 ഒക്കെ ഉള്ള സ്ഥലമാണ് HSADL ഭോപ്പാൽ, വെരി വെരി അഡ്വാൻസ് ലബോറട്ടറി. NCDC is the main center, nerve centers for India, NCDC Delhi and NIV Pune. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ nerve centers എന്ന് പറയുന്ന ലബോറട്ടറി സിസ്റ്റത്തിൽ. റിപ്പോർട്ടിങ്ങിന് ചില ടൈം ലൈൻസ് ഒക്കെ ഉണ്ട്. റിപ്പോർട്ടിംഗ് വീക്ക് എന്ന് പറയുന്നത് മൺഡേ ടു സൺഡേ ആണ് റിപ്പോർട്ടിംഗ് വീക്ക്, മൺഡേ ടു സൺഡേ. അപ്പോൾ മൺഡേ 1-ാം ദിവസം തൊട്ട് സൺഡേ 7-ാം ദിവസം, അടുത്ത മൺഡേ വീണ്ടും 1-ാം ദിവസം, അങ്ങനെ പോകും. അപ്പോൾ വീക്ക്ലി ഈ ആഴ്ച ചെയ്ത എല്ലാ കാര്യങ്ങളും അടുത്ത മൺഡേ ആണ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് മൺഡേ തന്നെ ഞങ്ങൾ DSUവിനെയും വിടും. നിൽ റിപ്പോർട്ട് എന്ന ഇമ്പോർട്ടൻറ്റ് സാധനമുണ്ട്. അത് ചില സാധനം ഇല്ലെങ്കിലും ഈ ആഴ്ച കേസൊന്നും ഇല്ല, അപ്പൊ നമുക്ക് കാലൊക്കെ നീട്ടി ഇങ്ങനെ വിശാലമായിട്ടിരിക്കാം. അങ്ങനെ ഇരിക്കരുത്. കേസില്ല, നമ്മൾ ഇങ്ങനെ കാലം നീട്ടി അല്ലെങ്കിൽ മരുന്ന് കിടക്കുന്ന കണ്ടീഷനായത് നമ്മൾ അത് നിൽ റിപ്പോർട്ട് വേണം. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇല്ല എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളൊരു ഡെസ്ക് റിവ്യൂ നടത്തുന്ന വെച്ചാൽ നിങ്ങളുടെ സ്റ്റാഫിനെല്ലാം വിളിച്ച് ഒരു ഡെസ്ക് റിവ്യൂ നടത്തുന്നത് PHC, അത് ട്യൂസ്ഡേസ് ചെയ്യുന്നതല്ല. കഴിഞ്ഞ ആഴ്ച എന്തൊക്കെയായിരുന്നു എന്നൊരു ഷോർട്ട് റിവ്യൂ നിങ്ങൾ റെഗുലറായി ചെയ്യുന്നത് keeps you on your toes and keeps your team also on their toes. വെനസ്ഡേ ഇതേ കാര്യം DSOയിൽ ട്യൂസ്ഡേ ചെയ്യും, വെനസ്ഡേ മോഡിൽ ചെയ്യും. അങ്ങനെ പല സ്ഥലത്തും ഡെസ്ക് റിവ്യൂ ചെയ്യാറുണ്ട്. നമ്മുടെ DHSനകത്ത് PH ഡിവിഷനിൽ എല്ലാ ഫ്രൈഡേ റിവ്യൂ എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ ചെയ്യാറുണ്ട്. ഫ്രൈഡേസ് ആണ് ചെയ്യുന്നത് എല്ലാ കേസും. ആ ഫ്രൈഡേ എല്ലാ കേസും നമ്മൾ കേസ് റെക്കോർഡ്സ് ഒക്കെ വെച്ചിങ്ങനെ ഡീറ്റെയിൽഡ് അനലൈസ് ചെയ്യുന്ന സാധനമുണ്ട്. വി ഹാവ് പീരിയോഡിക് ഡെത്ത് അനാലിസിസ് റിവ്യൂസ് ഓൾസോ. പിന്നെ ടൈംലി ആൻഡ് കംപ്ലീറ്റ്, ഇത് രണ്ട് വാക്ക് നിങ്ങൾ എപ്പോഴും ഓർത്തോളണം. ടൈമിന് നിങ്ങളുടെ റിപ്പോർട്ട് പോയിരിക്കണം. ഇപ്പൊ എന്തെങ്കിലും കൊണ്ട് പോയില്ല, ഒരു ചില കാര്യങ്ങൾ കിട്ടാനുണ്ടെന്ന് പറയുന്നത് ശരി, അത് വേണ്ടി ഓവർ കാത്തിരുന്നിട്ട് 2 ആഴ്ച ലേറ്റ് ആകരുത്. ടൈമിന് റിപ്പോർട്ട് പോകണം. പിന്നെ പോകുന്നത് കഴിവതും കംപ്ലീറ്റ് ആണെന്ന് നിങ്ങൾ നോക്കണം. കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റായി തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതെല്ലാം ഒരു ഹൈ ലെവൽ, വി എക്സ്പെക്ട് എ ഹൈ സ്റ്റാൻഡേർഡ് ഫ്രം ഓൾ ഓഫ് യു. മോർ ദൻ 90% ഓർ നിയർ 100% നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കാരണം യു ആർ കോമ്പിറ്റന്റ്, യു നോ ദ തിങ്സ് and you can get guidance from the DSO and other officers anytime. So നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഗ്രേറ്റർ ദൻ 90 എന്ന് പറയുന്നതിന് നിങ്ങൾക്ക് നിയർ 100, ടച്ചിങ് 100 ആക്കാൻ നിങ്ങൾക്ക് പറ്റും. ചില നേരത്തെ ചില കുഴപ്പമില്ല, ബട്ട് ജനറലി കീപ് യുവർ റിപ്പോർട്ടിംഗ് യൂണിറ്റ് അറ്റ് എ നിയർ 100 ലെവൽ. ടൈമായി പോകുന്നല്ലേ. ഓക്കെ. പിന്നെ മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്, ഇത് മോണിറ്റർ ചെയ്യുന്ന പരിപാടി. സോ ഇത് മോണിറ്റർ ചെയ്യാൻ വേണ്ടി IDSP ഡാറ്റ മോണിറ്റർ ചെയ്യുന്നത് മെയിൻലി ഡൺ അറ്റ് DSO ലെവൽ. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ഏരിയയിലെ സെൻട്രൽ ഡാറ്റ എല്ലാ ആഴ്ചയും ഒന്ന് റിവ്യൂ ചെയ്ത് അതിനകത്ത് എന്തൊക്കെ നടക്കുന്നു, അതിനകത്ത് അൺയൂസ്ഡ് സാധനങ്ങളുണ്ടോ, നടക്കുന്ന സർവീസ് നടക്കുന്നുണ്ടോ, അത് ആക്യുറേറ്റ് ആണോ മുതലായ കാര്യങ്ങളൊക്കെ നോക്കാം. അതായത് ഇറ്റ്സ് ഗോയിങ് ഓൺ. ആക്യുറേറ്റ് എന്ന് പറയുമ്പോൾ എഴുതിയ കാര്യങ്ങൾ ക്ലിയർ ആണോ എന്നുള്ളതാണ്. അല്ലാതെ ഓരോ കാര്യം കൺഫേം ചെയ്തിട്ട് നമുക്ക് എഴുതാം, ലാബ് റിപ്പോർട്ട് വരട്ടെ, നമ്മൾ തെറ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മളെ പിടിക്കുമോ, അങ്ങനെയൊന്നും പറയുകയാണ്. തെറ്റ് എഴുതിയാൽ ആരും പിടിക്കൂല. FHC PHC ലെവലിൽ യു ക്യാപ്ചർ ദ മാക്സിമം നമ്പർ ഇവന്റ്സ് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻസ് ആണ്. എത്രത്തോളം ഇവന്റുകൾ നിങ്ങൾ ക്യാപ്ചർ ചെയ്തു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഇറ്റ്സ് നോട്ട് ദാറ്റ് എല്ലാം കൃത്യമാണ്. നിങ്ങൾ DNA നോക്കിയോ, RNA നോക്കിയോ, മറ്റേ മോളിക്യൂൾ എടുത്ത് നോക്കിയോ, ഇങ്ങനെയൊന്നും ആരും ചോദിക്കൂല അറ്റ് യുവർ ലെവൽ. ബട്ട് എല്ലാവരും പിടിച്ചോ, സംശയമുള്ള എല്ലാവരും അകത്താക്കിയോ എന്നാണ് നമ്മൾ ചോദിക്കുക. ആൻഡ് ദെൻ ദാറ്റ് MO വിൽ ഗെറ്റ് ദ കൺഗ്രാറ്റ്സ്. മറ്റ് 100 കേസ് സംശയമുണ്ട്, പക്ഷെ അതിനകത്ത് ആരുടെയും DNA കിട്ടിയില്ല, RNA കിട്ടിയില്ല, സീറം പ്ലൂട്ടോണിയം വിട്ടപ്പോൾ അത് വന്നില്ല, അതിനൊന്നും റിപ്പോർട്ടിനതില്ലെങ്കിൽ ആ MOയ്ക്ക് ആക്ച്വലി കൺഗ്രാറ്റ്സ് ഒന്നും കിട്ടാൻ പാടില്ല. എല്ലാ സംശയമുള്ളവരെയും ഇതിനെല്ലാം പിടിച്ച് അകത്താക്കി MOയ്ക്ക് കൺഗ്രാറ്റ്സ് കിട്ടും. സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ് അറ്റ് FHC ലെവൽ. അപ്പൊ SFOM പ്രധാനമായിട്ട് പറഞ്ഞല്ലോ, പോയി നോക്കേണ്ട ആള് JHI JPH ആണ് അതിന്റെ നിങ്ങൾ ചുമതലപ്പെടുത്തുന്ന ആള്. PFOM-നെ PHC-ക്കകത്ത് ഇത്ര ആൾക്കാരെ അതിനകത്ത് ഫാർമസിസ്റ്റോ സ്റ്റാഫ് നഴ്സിനെയൊക്കെ നമുക്ക് ചുമതലപ്പെടുത്തി എടുക്കാം. CHC-ക്ക് ആണ് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരിക്കും അത് ചെയ്യുന്നത്. അവിടുത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഏരിയയിലെ പ്രൈവറ്റ് ഹോസ്പിറ്റലിനൊക്കെ നമുക്ക് നെറ്റ്വർക്കിനകത്ത് ചേർക്കാം. അപ്പോൾ ഓൺലി തിങ് അവരോട് പറയുക, ഒരു ഡോക്ടറോ ഒരു വ്യക്തി, ഡോക്ടർ ആണെന്നില്ല, 1 person ഓഫ് എനി ഓഫ് ദീസ് കാറ്റഗറീസ് വിൽ ബി ദ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡോക്ടർ. അയാളാണ് ഇത് ചുമതല എല്ലാം ചുറ്റി ഫോമൊക്കെ നോക്കി
ഫോം വെച്ചിട്ടെല്ലാം ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ PP യൂണിറ്റിന്റെ JHI അല്ലെ ഫാർമസിസ്റ്റ് അല്ലെ ഒരു സ്റ്റാഫ് നഴ്സിനെ നമ്മൾ ഇതിനകത്ത് ഡെസിഗ്നേറ്റ് ചെയ്യും. ഡെസിഗ്നേറ്റ് പേഴ്സൺ ആണ് ബുക്കുമായിട്ട് ചുറ്റി നടന്ന് എല്ലാ OPയിലും എല്ലാ റെക്കോർഡ് പോയിന്റിലും പോയിട്ട് കൊളക്ട് ചെയ്യുന്നത്. മെഡിക്കൽ കോളേജ് ജൂനിയർ സയന്റിഫിക് ഓഫീസർ അല്ലെങ്കിൽ RPH സെല്ലിന്റെ റീജിയണൽ PH സെല്ലിന്റെ കോർഡിനേറ്റർ. ലാബ് ഫോമിൽ JSO ജൂനിയർ സയന്റിഫിക് ഓഫീസർ അല്ലെങ്കിൽ MO ഇൻചാർജ് ലാബിന്റെ ലാബ് ടെക്നീഷ്യൻ. പിന്നെ വീക്ക്ലി റിവ്യൂ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ട്രെൻഡ് അറിയണം. നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പോൾ ഒരു എണ്ണങ്ങൾ നിങ്ങളുടെ ഏരിയ തന്നെ ഒരു ഡിസീസിന്റെ ട്രെൻഡ് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആക്ച്വലി ഇറ്റ്സ് നോട്ട് ദ വാല്യൂസ് ദാറ്റ് ആർ ഇമ്പോർട്ടൻറ്റ്. യു വാണ്ട് എ സ്ലോപ്പ് ഇങ്ങനെയാണോ, ഇങ്ങനെയായോ, ഇങ്ങനെയായോ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ആണ്. ആ സ്ലോപ്പിന്റെ ഷേപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനുവേണ്ടി ട്രെൻഡുകൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രെൻഡും റേറ്റും ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് വാക്കാണ് നിങ്ങൾക്ക്. ആൻഡ് ഓൾസോ ഫോർ യു PHC FHC MOസിന് വേറെ യൂസ്ഫുൾ സാധനം എന്താണെന്നറിയോ? ഏജന്റ് ഓഫ് കോസേഷൻ ഉണ്ടല്ലോ, ഏജന്റ് ഓഫ് കോസേഷൻ, ഏജന്റ് ഹോസ്റ്റ് എൻവയൺമെന്റ്. ഏത് രോഗത്തിനെ കാണുമ്പോഴും ഇത് മൂന്നും നിങ്ങളുടെ നേരത്തെ TPP CDC പെട്ട പോലെ ഈ പടം വരച്ചിട്ട് അതിൽ ട്രൈ ടു ക്യാപ്ചർ ഓൾ ദി തിങ്സ് ഓൺ ദറ്റ് പേപ്പർ. ഒരു പേപ്പറിൽ ഈ ട്രയാങ്കിൾ വരച്ചിട്ട് ഏജന്റ് കൂട്ടത്തിൽ എന്തൊക്കെ അവിടെ ക്യാപ്ചർ ചെയ്യാം, വാട്ട് ഇസ് നോൺ അറ്റ് ദറ്റ് പോയിന്റ് ഓഫ് ടൈം. മുമ്പോട്ട് പോകുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ അറിഞ്ഞു വരും ചിലപ്പോൾ. അപ്പോൾ അവിടെ കൂടുതൽ ഇൻഫർമേഷൻ അതിനകത്ത് കയറുക പേപ്പറിൽ. പക്ഷേ ഈ ഒരു പടം വരച്ചു കഴിഞ്ഞാൽ ദെൻ എന്താ അറിയാം മെയിൻ ഗുണം, ചിലപ്പോൾ ആരെങ്കിലൊക്കെ ചാടി വന്നിട്ട് ഇത് ഡോക്ടറിന്റെ വീഴ്ചയാണോ അതാണ് ഇതാണ് ബും എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് വളരെ കൂളായിട്ട് ചൂടാകാതെ തിരിച്ച് പ്രതികരിക്കാം. ഇതൊരു നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അണു, ഇതാണ് ഇവിടുത്തെ ജനതകൾ, ഇത് അവരുടെ രോഗാവസ്ഥ, അവരുടെ റെസിസ്റ്റൻസും പരിസ്ഥിതി ഇതാണ്. അപ്പൊ ഇന്നേ കാര്യങ്ങൾ കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധിക്കും. അപ്പൊ ബാക്കി കാഷ്വൽ ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാരുടെ വായെല്ലാം മൂടിപ്പൊത്താൻ വളരെ യൂസ്ഫുൾ ആണ്. ഇൻഫോംഡ് പീപ്പിൾ കമ്മിങ് ആൻഡ് ടെലിങ് യു ഓൾവേസ് ആക്സെപ്റ്റ്. ബട്ട് വെൻ യു ഓഫൺ നമുക്ക് സംഭവിക്കുന്ന കാര്യം അൺഇൻഫോംഡ് ആൾക്കാർ വന്ന് തലേ കയറാൻ നോക്കും. അന്നേരം ദിസ് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ്. കാരണം ഇവർ ഈ പടമൊന്നും കണ്ടു കാണത്തില്ല. അപ്പൊ ഇതെല്ലാം കാണുമ്പോൾ സ്തംഭിച്ചങ്ങ് തിരിച്ചു പോയിക്കോളൂ. പിന്നെ ബഹളമൊന്നും ഉണ്ട്, കാരണം ഇത് അറിഞ്ഞുകൂടാ എന്താണ്. ദെൻ യു ആർ ദ വിന്നർ. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഡെത്ത്സ്, ഇത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറയുന്ന ഒരു വാക്ക്. നിങ്ങൾ പലപ്പോഴും മിനിസ്റ്റർ വീഡിയോ കോൺഫറൻസിൽ കയറി കാണണം. ഇപ്പോൾ എല്ലാവരും കയറുന്നുണ്ട്. കയറേണ്ട പല മീറ്റിംഗ്സ് നിങ്ങളെ വിളിക്കാറുണ്ട്. You will have heard our minister saying very often that every single death is important. It's a distress. ഒന്നേ ഉള്ളൂ, 5 ആയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും ആ 5 പേർക്ക് അത് 100% ആണ്. 0.1% ഡെത്ത്. പക്ഷെ മരിച്ചാകത് 100% ആണ്. അപ്പൊ അതുകൊണ്ട് ഓരോ ഡെത്തും ഡിസ്ട്രസിങ് ഇവന്റ് ആണ്. ഒരിക്കലും ലൈറ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. നിങ്ങളുടെ ശ്രദ്ധ അവിടെ വേണം. എന്തൊക്കെയാണെങ്കിലും നമ്മൾ ആരെയും വിട്ട് അന്വേഷിപ്പിക്കുകയാണെങ്കിൽ നിങ്ങളുടെയും കൂടെ അന്വേഷണം വേണം. ഒരു സാന്ത്വന വാക്ക് വേണം. When you go, comfort the people, tell them that you are looking at things. എന്തൊക്കെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാം, വേറൊരാൾക്ക് സംഭവിക്കാൻ എന്ത് ചെയ്യാം. ഓൾവേസ് ഡെത്ത് ഇസ് എ സീരിയസ് ഇവന്റ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ there is a lot of accountability in that. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഇറ്റ്സ് നോട്ട് ടു ഫ്രൈറ്റൻ യു ബട്ട് ബി സിസ്റ്റമാറ്റിക്. ഡെത്ത്സ് നമ്മൾ എപ്പോഴും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ആരെങ്കിലും എന്താണ് ചുമതലപ്പെടുത്തി വിട്ടിട്ട് നമ്മൾ ആ പേപ്പർ മാത്രം നോക്കിയാൽ പോരാ. പിന്നെ അതിന് കറക്റ്റ് ടൈം ലൈൻസ് ഉണ്ട്. എപ്പോഴാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് 48 hours അതിന് ഫോർമാറ്റ് ഉണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം DSO നിങ്ങളെ ഗൈഡ് ചെയ്യും. പക്ഷെ കറക്റ്റായിട്ട് DSOയുടെ ഗൈഡൻസ് ചെയ്യണം. അതിൽ നിന്ന് വേറെ ആരെയും വിട്ടുകളയത് അതിന് വേണ്ടി. ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, ഏത് ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ നിങ്ങളെ DSO നിങ്ങളോട് പറയും ഔട്ട് ബ്രേക്ക് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഒരു ഔട്ട് ബ്രേക്ക് എന്ന് വെച്ചാൽ ഒരു പ്രതീക്ഷിച്ച നമ്പറിനേക്കാളും, അത് നമ്മുടെ മോഡ്യൂളിലുണ്ട്. IDSP മോഡ്യൂളിൽ ഓരോ ഡിസീസിനും പ്രതീക്ഷിച്ച നമ്പർ. വാട്ട് യു കോൾ ആൻ ഔട്ട് ബ്രേക്ക്, വെദർ ഇറ്റ് ഇസ് 1 case. Some diseases even 1 case in outbreak. Some diseases maybe you need 100 cases to call it an outbreak. അപ്പോൾ ഔട്ട്ബ്രേക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ DSO അല്ലെങ്കിൽ DMO നിങ്ങളെ ചുമതലപ്പെടുത്തുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് ഓൾ ദീസ് തിങ്സ് ആർ ദർ. ഈ സ്ക്രീനിനകത്ത് 10-18 ഐറ്റംസ് കാണുന്നുണ്ട് ആ പേപ്പറിൽ. ഇതെല്ലാം കൂടെ കറക്റ്റ്ലി ഫിൽഡ് ആയിട്ടാണ് ആ റിപ്പോർട്ട് നിങ്ങൾ സൈൻ ചെയ്തിട്ട് വിടുന്നത്. അപ്പൊ ഇത് ആ റിപ്പോർട്ടിനെ നോക്കി അനലൈസ് ചെയ്ത് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടായിരിക്കും DMO അല്ല DSO അത് അഡീഷണൽ DHSനും ഡയറക്ടർക്കും വിടുന്നത്, DHSനും വിട്ടുകൊടുക്കുന്നത്. So this is outbreak investigation report. പിന്നെ ഇവിടേക്കാണ് നമ്മുടെ ചില ആശങ്കകൾ. അപ്പൊ ആശങ്ക നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റും ഈ ആശങ്ക. അപ്പം റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി ഓഫ് ഡേറ്റ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ക്രോസ് ചെക്ക്, മേക്ക് ഷുവർ ദാറ്റ് യുവർ ഫിംഗർ ഓൾസോ ഈസ് ഓൺ ദ പൾസ്. ഡോണ്ട് എൻറ്റയർലി ലീവ് ടു സംബഡി എൽസ്. Make surprise checks, then your data will be reliable and valid always. OPD,
OP രജിസ്റ്റർ സാറ്റിസ്ഫാക്ടറി അല്ല എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ആരെങ്കിലും കാഷ്വലായിട്ട് എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ആവില്ല റിപ്പോർട്ട്. അതുകൊണ്ട് ഇത് വളരെ വീക്ക്നെസ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതിൽ ഉണ്ടാക്കാൻ പറ്റും. ഫീഡ്ബാക്ക് മെക്കാനിസം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ നിങ്ങൾ മാത്രം സൂക്ഷിച്ചാൽ പോരാ, അതുകൊണ്ട് തന്നെ ജനങ്ങളിലേക്ക് പോകണം. നിങ്ങളെ സഹായിച്ച ഇതിന് ആരാണ് പങ്ക് വഹിച്ചത്, ഏത് JPH ഏത് ആശ, അപ്പൊ അവരിലേക്ക് ഫീഡ്ബാക്ക് കൊടുക്കണം. അവരിൽ കൂടെ തന്നെ പോട്ടെ. സോ ലെറ്റ് ദ പബ്ലിക് ഫീൽ ദാറ്റ് നിങ്ങളും ഉണ്ട്, പക്ഷെ അവരെ കൊണ്ട് സംസാരിപ്പിക്കുക. ഓൾവേസ് ട്രൈ യൂസ് ദീസ് ഒക്കേഷൻസ് ടു make your JPHN, JHI, HI, let them speak to the public in your presence so that they also get some importance. The public also feels that they are the main person at the field or the വീട് ലെവൽ, ഗ്രാമ ലെവലിൽ അവരാണ്. അപ്പോൾ നിങ്ങൾ അവരെ ഓതറൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കും ബഹുമാനം അവർക്കും ബഹുമാനം. സോ അതുകൊണ്ട് അല്ലെങ്കിൽ അവരെല്ലാം ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പോയിട്ട് അവിടെ ചെന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ അവർക്ക് വിഷമം. സോ ഓൾവേസ് കീപ് ഇൻ മൈൻഡ് ദാറ്റ് ദേ ഓൾസോ പ്ലേഡ് എ ബിഗ് പാർട്ട് ഇൻ യുവർ സക്സസ്. അപ്പൊ അതുകൊണ്ട് ഫീഡ്ബാക്ക് മെക്കാനിസം കറക്റ്റ് ആക്കുക. പ്രൈവറ്റ് സെക്ടറിന് ഇല്ലായ്മ നമ്മുടെ ഒരു വലിയ പ്രയാസമാണ്. അപ്പൊ അതിനാണ് പ്രൈവറ്റ് ഹോസ്പിറ്റൽസും ക്ലിനിക്സ് ഒക്കെ നിങ്ങളുടെ ഏരിയയിലുണ്ടെങ്കിൽ അവരെല്ലാം പ്രേരിപ്പിച്ച് നിങ്ങളുടെ സഹായത്തോടു കൂടി അവരെയും കൂടെ റിപ്പോർട്ടിനകത്ത് കയറ്റുക. എർബൻ ഏരിയ നമുക്കറിയാം, നോബഡി ഹാസ് റെസ്പോൺസിബിലിറ്റി. ഈ എനിബഡി നോബഡി സംബഡി സ്റ്റോറിയാണ് എർബൻ ഏരിയയിൽ. അപ്പൊ നിങ്ങളിപ്പോൾ എർബൻ PHC ആൾക്കാർ ഇവിടെ ഉണ്ട്. സോ ഫോർ യു പീപ്പിൾ ഫ്രം UPHC ഇറ്റ്സ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി ടു മേക്ക് ദ എർബൻ ഏരിയ റിപ്പോർട്ടിംഗ് വെരി നൈസ്. പിന്നെ മിസ്മാച്ചസ്, ഇത് കണക്കിന്റെ പ്രശ്നം, അത്രേ ഉള്ളൂ. ഈ കണക്ക് പിടിക്കുന്നത് ചിലർക്ക് അതിൽ സ്കില്ലുണ്ട്, കണക്കുകൾ പിടിക്കുക. നമ്മുടെ മിഷൻ ഡയറക്ടർ പോലത്തെ ആൾക്കാരൊക്കെ ഉണ്ട്. എത്ര ഒരു പേപ്പറിൽ 5000 ഫിഗർ എഴുതി കൊണ്ടു കൊടുത്താലും ഉടനെ അതിലൊരു സ്പോട്ടിൽ വിരൽ വെച്ച് ദിസ് മസ്റ്റ് ബി ചെക്ക് എന്ന് പറയുന്നത് തെറ്റായിരിക്കും. സോ സം പീപ്പിൾ ആർ ട്രെയിൻഡ് ഇൻ ദാറ്റ്. ജസ്റ്റ് ലൈക്ക് ഈ ഡ്രഗ് സ്നിഫ് ചെയ്യുന്ന ഡോഗ്സ് ഉണ്ട് എയർപോർട്ടിലൊക്കെ അറിയാം, അല്ലെങ്കിൽ ചില ഡ്രഗ്സിനെ മണത്തെടുക്കുന്ന നായ്ക്കളുണ്ട്. അതുപോലെയാണ് ഈ ചില ഡയറക്ടേഴ്സും മിഷൻ ഡയറക്ടേഴ്സും ഈവൻ നമ്മുടെ മന്ത്രി പോലും ചിലപ്പോൾ നമ്മൾ ഞെട്ടിക്കാറുണ്ട്. 1000 കണക്ക് കൊടുത്തതിനകത്ത് മിനിസ്റ്റർ പറയും ഒന്നുകൂടെ ഒന്ന് കൂട്ടി നോക്കിയാൽ നമ്മുടെ അപ്പം നോക്കുമ്പോൾ തെറ്റ് വന്നിട്ടുണ്ടാവും. സോ വി ഫീൽ സർപ്രൈസ്, ഹൗ കൻ ഷീ റിമെമ്പർ ഓൾ ദിസ് സ്റ്റഫ്? വി ഓഫൻ ഫീൽ സോ സർപ്രൈസ്, ഹൗ കൻ ഷീ റിമെമ്പർ ഓൾ ദീസ് തിങ്സ് ആൻഡ് ദെൻ ഒരു മിസ്റ്റേക്ക്, എലിമെന്ററി മിസ്റ്റേക്ക് എങ്ങനെ സ്പോട്ട് ചെയ്തു വിച്ച് വി ഡിഡ്ന്റ് സീ. സോ മിസ്മാച്ചസ്, ബി കെയർഫുൾ ഓഫ് ദാറ്റ്. പിന്നെ ക്രോസ് വെരിഫിക്കേഷൻ, അത് കാരണം വേറെ സർവൈലൻസ് സിസ്റ്റംസും ഉണ്ട്. അക്യൂട്ട് ക്ലാസിക് പാരലൈസിസ് സർവൈലൻസ് ഉണ്ട്, വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസ് സർവൈലൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് മിസ്മാച്ച് വരരുത്. നിങ്ങൾക്ക് മീസിൽസ് 3 എണ്ണവും BPDക്കകത്ത് 10 എണ്ണവും, അപ്പൊ അത് വരരുത്. പോളിയോ സർവൈലൻസിനകത്ത് 8 എണ്ണവും നിങ്ങൾക്ക് വരും 16 എണ്ണവും വരരുത്. അങ്ങനെ അപ്പൊ നോക്കണം. പിന്നെ ഓണർഷിപ്പ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇത് ഇനിയിപ്പോൾ ഓണർഷിപ്പ് പ്രശ്നം നമ്മൾ പ്രതീക്ഷിക്കുന്നത്, കാരണം നിങ്ങളെല്ലാം വളരെ എന്തൂസിയാസ്റ്റിക് ആയിരിക്കണം. അതിന് വാട്ട് ഓണർഷിപ്പ്, നോ പ്രോബ്ലം അറ്റ് ഓൾ. സോ if you are the owner, then you can run it very smoothly. So basically essentially സർവൈലൻസ് ഇല്ലെങ്കിൽ നമുക്കൊന്നും നടക്കില്ല. പിന്നെ ഇപ്പൊ നമ്മുടെ ഇന്റർനാഷണൽ ഹെൽത്ത് റെഗുലേഷൻസും ഗ്ലോബൽ ഹെൽത്ത് സെക്യൂരിറ്റി ഒക്കെ നമ്മുടെ ഈ ഡിസീസ് സർവൈലൻസിനോട് ലിങ്ക്ഡ് ആണ്. നമ്മുടെ സർവൈലൻസ് പോലെ ഇരിക്കും. നമ്മുടെ റിപ്പോർട്ട് ഈ സെൻട്രൽ സർവൈലൻസ് യൂണിറ്റ് ഡൽഹി മാത്രമേ, അവിടുന്ന് WHO പോകും. സോ ആക്ച്വലി ഈ വലിയ മാപ്പ് ഒക്കെ WHO ഉണ്ടാക്കാതെ മാപ്പ് കാണുമ്പോൾ അതിനകത്ത് നമ്മുടെ FHC പോയ ഒരു സാധനം കൂടി കുത്തി കാണും അവിടെ. സോ that happens. പിന്നെ PHEC എന്നൊരു വാക്ക്, PHEC is Public Health Emergencies of International Concern. പണ്ടത്ര കേട്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ പറയില്ലേ പുതിയ വൈറസ് ഒക്കെ അവിടെ നിന്നൊക്കെ ചാടി വരുന്നുണ്ട്. റീസെന്റ് ആയിട്ട് വന്ന എല്ലാം ചാടി വന്നതാണ്. H1N തൊട്ടെല്ലാം പുറത്തുനിന്ന് ചാടി വന്നതാണ്. അപ്പൊ അങ്ങനെ ചാടി വരുന്നത് അഫക്ട് ദ ഹോൾ വേൾഡ്. സോ അതിന് PHEC എന്നുള്ള വാക്ക്, ഇന്റർനാഷണൽ കൺസേൺ, നോട്ട് ഓൺലി അവർ ബിസിനസ്. കീഴ്ക്കാന്തൂക്ക് PHCയിൽ മാത്രമല്ല, ലോകം മുഴുവൻ. പിന്നെ ഏർലി ഇൻഫർമേഷൻ, എപ്പിഡെമിയോളജിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം സർവീസ്, എപ്പിഡെമിയോളജിക്കൽ ഇൻഫർമേഷൻ സർവീസ്. അപ്പൊ ഈ എപ്പിഡെമിയോളജിസ്റ്റിന് മാത്രം എല്ലാം കൂടി അനലൈസ് ചെയ്തിട്ട് ആ അനാലിസിസ് കൊണ്ട് തന്നെ പലപ്പോഴും നല്ല കാര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് ലൈക്ക് CID എപ്പിഡെമിയോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ആൾക്കാരുണ്ട്, അങ്ങനത്തെ ഡിറ്റക്റ്റീവ്സ് ഉണ്ട്, ഡിസീസ് ഡിറ്റക്റ്റീവ്സ്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഞാൻ നേരത്തെ ആദ്യം ഒരു ട്യൂൺ കേൾപ്പിച്ചു, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, മറ്റേ CBI. പിന്നെ ഞാൻ ഒരു ബുക്കിന്റെ കാര്യം പറഞ്ഞ ഓർമ്മയുണ്ടോ എല്ലാവർക്കും? I talked of a book, Citadel by A.J. Cronin. A.J. Cronin ഡോക്ടർ തന്നെ ആയിരുന്നു ആക്ച്വലി, ബട്ട് വെരി ഗുഡ് റൈറ്റർ. സോ A.J. Croninന്റെ Citadel അല്ലാത്ത ബുക്സും ഉണ്ട്. If you are interested in reading, there are a lot of books other than